നമ്മുടെ സമൂഹത്തിലെ നല്ലവരായ മലയാളി സുഹൃത്തുക്കളും അതെല്ലാം ഉപരിയായിട്ട് ഇവിടെയുള്ള മറ്റ് പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ, അവരുടെ പിന്തുണ, അങ്ങനെ ഡോക്ടർമാരുടെ, പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശിവരൻ നമ്പൂരി ഉൾപ്പെടെയുള്ള ആളുകളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും സപ്പോർട്ടും, ഇതെല്ലാം കൂടെ നമ്മുടെ ഈ ഒരു പരിപാടി നമ്മളാരും ഒരു പക്ഷെങ്കിൽ തുടങ്ങിയപ്പോൾ 25 എപ്പിസോഡ് വരെ എത്തും എന്ന് ഉദ്ദേശിച്ചില്ല. ഇതൊരു വലിയ ലോകത്തിൽ അത്ഭുതമായ സംഭവം ഒന്നും ഞാൻ പറയാല്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു ഒരു കൊച്ചു പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം ഇത്രയും ഡോക്ടർമാരൊക്കെ പരിമിതമായ സ്ഥലത്ത് നമുക്ക് കിട്ടാനൊക്കെ ഉള്ള സമയം ഇത്രയും ഉള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്രയും നാള് ഇത് ചെയ്യുവാൻ, ഭംഗിയായിട്ട് ചെയ്യുവാൻ സാധിച്ചു. അതിന് പിന്തുണ തന്ന, ഇതിന് ഒരുപാട് ആളുകളോട് ഇതിന് പിന്നിലുണ്ട്. ഈ പരിപാടി നിങ്ങൾ കാണുമ്പം നമ്മളെയൊക്കെയാണ് മുഖം കാണുന്നതിൽ തന്നെയും ഇതിൻ്റെ പിന്നെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ഒരുപാട് കരങ്ങൾ ഉണ്ട്. അവരുടെയൊക്കെ പേരുകൾ പറയാതെ പോകുന്നത് ഒട്ടും ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. ഈ പരിപാടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുകയും കഷ്ടപ്പെടുകയും ചെയ്ത ഒരാളാണ് ശ്രീ യോഗേഷ്, ശ്രീ സഞ്ജയ്, ഷിബു, ഷീല പുതുക്കേരിൽ, ബിനു ജോഷുവ, സെന്നി പെൺ, അങ്ങനെ തുടങ്ങി ഒരുപാട്, മുരളി പണിക്കർ, അങ്ങനെ തുടങ്ങി ഒരുപാട് സമാജത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി ധാരാളമായി അവരുടെ ജോലിയും സമയവും എല്ലാം കളഞ്ഞ് ഫുൾ ടൈം എഫോർട്ട് എടുത്ത ആൾക്കാരാണ്. അതോടൊപ്പം തന്നെ സമാജത്തിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞ് ഫുൾ എഫോർട്ടുമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ, ബോർഡ് ഓഫ് ട്രസ്റ്റി അംഗങ്ങൾ, ജനറൽ സെക്രട്ടറിമാർ, ട്രഷറർ, എല്ലാവരുടെയും പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ പരിപാടി നമുക്ക് ഭംഗിയായിട്ട് ഇതുവരെയൊക്കെ കൊണ്ടെത്തിക്കാൻ പറ്റിയത്. അപ്പോൾ അതിന് ഈ സമൂഹം തന്ന പിന്തുണ, സമൂഹത്തിൻ്റെ ഓരോ നേതാക്കന്മാരും തന്ന പിന്തുണ, ഓരോ അംഗങ്ങളും തന്ന പിന്തുണ ഞങ്ങൾ ഈ അവസരത്തിൽ വളരെ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഇന്ന് നമ്മുടെ പരിപാടിക്ക് വേണ്ടി ഏതാണ്ട് ഇവിടെ അറിയപ്പെടുന്ന പ്രമുഖരായ പല മലയാളി നേതാക്കന്മാരും എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം സ്വാഗതം പറയാനുള്ള ജോലി സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി ലതാമാടം നിർവഹിക്കും. എങ്കിൽ തന്നെ ഇതിനുവേണ്ടി ഞാൻ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. നമ്മുടെ ബ്രഹ്മശ്രീ ദിവാരൻ നമ്പൂതിരിപ്പാട്, നമ്മുടെ സമാജത്തിൻ്റെ ബോർഡ് ട്രസ്റ്റി ചെയർമാന്, പിന്നെ ശ്രീ പ്രസാദ് നായർ, നിങ്ങൾക്കറിയാം നമ്മുടെ എല്ലാ പരിപാടിക്കും, മലയാള സമാജത്തിൻ്റെ എല്ലാ പരിപാടിക്കും എപ്പോഴും അത് കഴിഞ്ഞ് സ്വന്തം പരിപാടി ഉണ്ടെങ്കിൽ പോലും മാറ്റിവെച്ച് സഹായിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ ശ്രീ മനോജരമണ, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, എപ്പോഴും സഹായത്തിനുണ്ടാവും. ജോജി അതുപോലെ തന്നെ സമാജത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ എല്ലാ പരിപാടികൾക്കും വരികയും ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വന്ന് നമ്മൾക്ക് കാണുന്ന നിർദ്ദേശമൊക്കെ തരികയൊക്കെ ചെയ്തതാണ്. അതുപോലെ ഷാജി കുര്യൻ, ഹാമേട്ട് മലയാളി സമാജത്തിൻ്റെ, അദ്ദേഹം എത്തിയോ എനിക്കറിയില്ല, അദ്ദേഹം 3-4 പ്രാവശ്യം കൊണ്ട് ഇങ്ങനെ പല പരിപാടി സ്കിപ്പായി പോയതുകൊണ്ടാണ് ബിസി, പുള്ളി ഇടയ്ക്കൊക്കെ ഇവിടെ പോകുന്നോണ്ടാണ് ശനിയാഴ്ച ദിവസം. പിന്നെ നമുക്കുള്ള അജു നിങ്ങൾക്കറിയാം. അജു ഈ പറഞ്ഞതിനോട് ആദ്യം മുതൽ എല്ലാ പരിപാടികൾക്കും, പറഞ്ഞ സമാജത്തിൻ്റെ എല്ലാ പരിപാടികൾക്കും എപ്പോഴും കൂട്ടി നിൽക്കുന്ന, സഹായിക്കുന്ന വ്യക്തിയാണ്. ഇപ്പൊ ഇവരുടെയൊക്കെ പിന്തുണ എപ്പോഴും നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമാജത്തിന് ആവശ്യമായ സമയങ്ങളിൽ സ്പോൺസർഷിപ്പ് നൽകുന്ന ശ്രീ മനോജ് കരാത്ത, ശ്രീ ലതാ മാഡം, ഇവരെയൊക്കെ പിന്തുണ നമ്മൾ ഇപ്പൊ ഈ ഡോക്ടർ ലൈൻ അല്ലെങ്കിൽ തന്നെ ഏത് പരിപാടി നടത്താൻ ഇവരുടെയൊക്കെ പിന്തുണയാണ് നമ്മൾ ഈ സമാജത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ അധികം പറഞ്ഞ സമയങ്ങൾ ഞാൻ കളയുന്നില്ല. ലതാ മാഡത്തെ ഞാൻ ആദരപൂർവ്വം നമ്മളെ ജനറൽ സെക്രട്ടറിയെ സ്വാഗത പ്രസംഗത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് മോർണിംഗ്, നമസ്കാരം. താങ്ക് യു സോ മച്ച് കുര്യൻ. ആൻഡ് എനിക്ക് ഈ അവസരം തന്നത് എല്ലാവരിനോടും ഇത് നന്ദി പറയണം. ആൻഡ് ഐ ഹാവ് ടു ടെൽ യു ഓൾസോ താങ്ക് യു സോ മച്ച്. എനിവേ, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ആൻഡ് ഐ എം Lata Menon. I am also the barrister solicitor on behalf of Brampton Malayali Samajam. It's my privilege and honor to welcome all of you in this virtual meeting. And our main guest today is our Dr. Brahmashri Karinur Divagaran Nambudri, the chief guest of Guruvayurappan Temple of Brampton, and who's also the Board of Trustees, who will be the chief guest for this 25th Doctor Live program organized by Brampton Malayali Samajam. And I thank him for being, Nanni Tirmeni, for being with us today. I also welcome Dr. Shivakaran Nambudri from Sridharaya Ayurvedic Hospital, Kottayam, for consenting to address all of us and share with us the abundant experience and knowledge with us during this 25th Doctor Live program. Welcome, Dr. Nambudri, and thank you for being with us today.
I welcome our guest today and who's going to inaugurate Mr. Prasad Nair, who's also the president of Mississauga Kerala Association and NEFMA General Secretary. And I thank him for spending his time with us today. Namaskar. I also welcome Mr. Aju Philip, the president of Ontario Regional Malayali Association, for being with us today. And also, he is also the NEFMA vice president. I thank him for coming today. I also welcome Mr. Joji Thomas, the president of London Malayali Association, for being present with us today, and thank him for coming. And he's also the NEFMA national secretary. I welcome Mr. Thomas Kurian, the president of Hamilton Malayali Samaj, for his presence with us in this morning. And he's also the NEFMA's national secretary. And then I welcome Mr. Manoj Edmana, the president of the Niagara Malayali Association, for being with us today. And he's also the NEFMA's national secretary. A warm welcome to all the members of the Board of Trustees, which is our Brahmashri Karinyur Divagaran Nambudiri, and also Dr. P.K. Kuti, which is Karunakaran Kuti, Sajib Koya, Manoj Karatra, for taking time to be with us today. As you all know, I also have to thank all our treasurers, Joseph Punasheri, Joint Treasurer Shibu Cherian, Secretary Binu Joshi, Joint Secretary Sanjay, and a coordinating for the Dr. Live program, Yogesh Kumar, Sheila, Davis, Murli Panikar, and all others. If I missed anyone, I ask pardon from them. But all the members of the Brampton Malayali Samajam. As you all know, Brampton Malayali Samajam has been organizing this program known as Dr. Live. And today we have reached a milestone for this 25th Doctors Live program. We have in our midst eminent doctors and physicians and medical practitioners from all streams of medical science who have witnessed, who has volunteered to spare their valuable time and share their vast experience and knowledge with us. All of us have attended the Doctors Live program, have benefited a lot from the interaction from the various panels of doctors who have participated in our program. A hearty welcome for all the doctors who have shared their knowledge and experience with all the participants, for which we are extremely grateful for all the doctors and medical science professionals. We are extremely grateful to all our resource personnel and the panel members who took time off during the stressful pandemic in order to share their knowledge and experience and answer our questions regarding the pandemic and what future will look like. I will be failing in my duty if I do not welcome Mr. Kurian Prakanam, who is a prime organizer of the Doctors Live program and other activities of the Brampton Malayali Samajam. Congratulations to you, Mr. Kurian. Mr. Kurian Prakanam, we thank you immensely for undertaking this time-consuming and a stressful task of getting all the doctors and medical practitioners on the board for each Doctors Live program. In spite of the lockdown restraints caused by COVID-19 pandemic, the community at large and the members of the Brampton Malayali Samajam in particular have benefited immensely from their interactions with the doctors and the medical professionals over the last 24, today is the 25th Doctors Live programs. This has been one of the major community programs that was organized by Mr. Kurian Prakanam, who is also the president of Brampton Malayali Samajam and also the national president of the NEFMA. And his team speaks about it. It speaks volumes of the efforts of the Brampton Malayali Samajam to give something back to the community and the form of a community back building programs. The annual community boat race is another achievement of our Brampton Malayali Samajam, and congratulations to everyone who works in a form of a team over here. So I should congratulate everyone, including our Nedava, who's a leader, Mr. Kurian Prakanam. We wish to thank all the guests who have appeared for the Doctors Live program
For the last program, we were privileged to have our most reverend Bishop Mark Jose Kaluvili and a special guest and all the priests, parishes, priests, everyone who came together and who looked into it. They were all came as a team support, and we have all their wishes and blessings to go forward with this. And we are also grateful to His Excellency to sparing his time and to present and encourage our community building efforts. Thank you, Your Excellency, our Bishop. And I would be failing in my duty if I do not welcome and thank our sponsor, Ms. Manoj Karata also. And thank you, Karata, for always being with us and giving us a team support. And we really look forward for that. Now, having said that, he always there for all our activities and his support is always there. Once again, I have to thank and hearty welcome to all of you and hope you have an enjoyable morning with the 1025 Doctors Live program. Nanni, namaskar. താങ്ക് യു മാഡം. നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ, ഇന്നത്തെ മീറ്റിങ്ങിന്റെ വിശിഷ്ട അതിഥി ശ്രീ ബ്രഹ്മശ്രീ ദിവാകരൻ നമ്പൂതിരിപ്പാട്, കരിയന്നൂർ ദിവാകരൻ നമ്പൂതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണം 1 മിനിറ്റ് ആശംസ നൽകുന്നതായിരിക്കും. നമസ്കാരം. ഈ ഡോക്ടർമാര് സമൂഹത്തിന് ചെയ്യുന്ന ഉപകാരങ്ങളില് ഏറ്റവും വലിയ ഉപകാരമാവും തോന്നുന്നുണ്ട്. ഇങ്ങനെ ആർക്കും സമീപിക്കാവുന്ന വിധത്തില്, ആർക്കും ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം കണ്ടെത്താനും ആവുന്ന വിധത്തിൽ ഇങ്ങനെ ഓൺലൈനിൽ കൂടെ വരിക എന്നുള്ളത് വലിയ അനുഗ്രഹം തന്നെയാണ്. അത് അറേഞ്ച് ചെയ്തിട്ടുള്ള ബ്രാംപ്ടൺ മലയാളി സമാജവും പ്രത്യേകിച്ച് കുര്യനും ഇതിന്റെ ഒരു നേതൃത്വം വഹിച്ചതിന് വലിയ ജനങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഉപകാരമായിട്ടുള്ള കാര്യമാണ്. ഈ കാര്യം വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു തിരുമേനി. അടുത്തതായിട്ട് നമ്മൾ 25ാമത്തെ ആഴ്ച കൊണ്ടാടുന്നതിൻ്റെ ഒരു മൈൽ സ്റ്റോൺ, അതെങ്കിൽ ഒരു അനുമോദന സമ്മേളനം എന്ന രീതിയിൽ നമ്മൾ കൂടിയിരിക്കുന്നത്. ഇന്നത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നെഫ്മ കാനഡയുടെ ജനറൽ സെക്രട്ടറിയും മിസ കേരള അസോസിയേഷൻ്റെ പ്രസിഡന്റും ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ വർക്കറും എന്നതിനുപരി എല്ലാ മേഖലകളിലും നിറഞ്ഞ് തിളങ്ങി നിൽക്കുന്ന വലിയൊരു വാഗ്മിയാണ്. നമുക്കത് ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് സത്യത്തിൽ മനസ്സിലായത്. വലിയൊരു വാഗ്മി, നല്ലൊരു പ്രാസംഗികൻ എല്ലാമായ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശ്രീ പ്രസാദ് നായരെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിച്ചോളൂ. താങ്ക് യു കുര്യൻ. വിശിഷ്ടാതിഥികളെ, പ്രത്യേകിച്ചും ആരാധ്യനായ ബ്രഹ്മശ്രീ ദിവാകരൻ നമ്പൂതിരിപ്പാട് അവർ, ഇന്ന് നമ്മളോടൊപ്പം ഡോക്ടർ ലൈവിൽ ചേർന്നിരിക്കുന്ന ആയുർവേദ ആചാര്യൻ ശിവകരൻ നമ്പൂതിരിപ്പാട്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് കുര്യൻ പ്രഖാനം, പിന്നെ ഇപ്പോൾ ഈ ലൈവിൽ സൂമിൽ നമ്മളൊപ്പമുള്ള എൻ്റെ സുഹൃത്തുക്കളായ മനോജ്, ജോജി, കുര്യൻ, സഞ്ജയ്, യോഗേഷ്, എല്ലാവർക്കും ഞാൻ എല്ലാവരുടെയും പേര് എടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും ഇത്തരം ഒരു അവസരം എനിക്ക് തന്നതിൽ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. COVID-19 നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് തലങ്ങളിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഒറ്റപ്പെടൽ അനുഭവിക്കാൻ തുടങ്ങിയത്, അതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതത്തിലെ നൈമിഷികതയെ നമുക്ക് കൂടുതൽ പരിചയപ്പെടുത്തിയതൊക്കെ ഈ പാൻഡമിക്കാണ്. ഈ പകർച്ചവ്യാധിയുടെ കാലം എന്ന് പറയുന്നത് നമ്മളോട് വീടുകളിൽ ഒതുങ്ങിക്കൂടുവാനായി ആവശ്യപ്പെടുകയാണ്. ഒരു മനുഷ്യന്റെ നിലനിൽപ്പിൽ ഏറ്റവും അത്യാവശ്യമായ ഘടകം അവന്റെ സാമൂഹികമായ ബന്ധങ്ങളാണ്. നമുക്കടുത്തുള്ളവരോട് കാണാൻ, കേൾക്കാൻ, സംസാരിക്കാൻ, സ്പർശിക്കാൻ, ആലിംഗനം ചെയ്യാൻ, നമ്മളുടെ സ്നേഹം അല്ലെങ്കിൽ അകൽച്ച ഇതൊക്കെ പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത് നമ്മളൊരു സാമൂഹിക ജീവിയായി നമ്മുടെ തൊട്ടടുത്തുള്ള മറ്റൊരാളുമായി ഇടപഴകുമ്പോഴാണ്. അത്തരത്തിലുള്ള അടിസ്ഥാനപരമായ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു മാർഗതത്വത്തെ ചാലഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ വൈറസ് നമ്മളെ ആക്രമിച്ചത്. ഇപ്പോഴും നമ്മൾ അതിൻ്റെ പിടിയിലാണ്. ഈ ഒരു അവസരത്തിൽ എല്ലാ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഫ്രണ്ട് ലൈനിൽ നിന്ന്
ഈ വൈറസിനെതിരെ പടപൊരുതുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നതിന് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഇത്തരത്തിൽ അനുമോദനം അർഹിക്കുന്നത്. നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന കടകളിലെ സാധനങ്ങൾ എടുത്തു വയ്ക്കുന്ന നമ്മുടെ ഗ്രോസറി വർക്കേഴ്സ് മുതൽ അത് ആ കടകളിൽ എത്തിക്കുന്ന നമ്മളുടെ ലോജിസ്റ്റിക്സിലും ട്രക്ക് ഡ്രൈവിങ്ങിലും ഒക്കെ വർക്ക് ചെയ്യുന്ന നമ്മളുടെ സഹോദരങ്ങളടക്കം എല്ലാവർക്കും ഇതിലൊരു പങ്കുണ്ട്. ഒരുമിച്ച് നിന്ന് ഒന്നായി നിന്ന് ഈ സമൂഹത്തിൽ നമുക്ക് ഈ പകർച്ചവ്യാധിക്കെതിരെ നിൽക്കാൻ സാധിക്കുമെന്ന് ഏറ്റവും നന്നായി പ്രതിരോധിച്ച് കാണിക്കുവാൻ സാധിച്ചിട്ടുള്ള ഒരു മുഹൂർത്തം കൂടിയാണ്. അതിൽ ഞാനൊരു മലയാളി എന്ന നിലയിൽ, ഒരു കനേഡിയൻ മലയാളി എന്ന നിലയിൽ ഒരുപാട് സന്തോഷവുമുണ്ട്. കാരണം കനേഡിയൻ മലയാളികളിൽ നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകൾ നമ്മളുടെ മലയാളികളാണ്. ഇന്ന് ഒരുപാട് പേര് നഴ്സിംഗ് രംഗത്തുണ്ട്, PSW ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, സോഷ്യൽ വർക്കേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഹെൽത്ത് കെയറിലുണ്ട്. നമുക്ക് വളരെ നല്ലൊരു സംഖ്യ ട്രക്കിങ്ങിൽ ഉള്ള സഹോദരങ്ങളുണ്ട്. ഫ്രണ്ട് ലൈൻ ഗ്രോസറി സപ്പോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം നമ്മളൊരു സമൂഹമായിട്ട് നിന്ന് നമ്മൾ കാനഡയിലുള്ള ഒരു ലാർജർ കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഇന്ന് 25ാമത് ഡോക്ടർ ലൈവിന്റെ സെഷനാണ്. 25 സെഷൻ എന്ന് പറഞ്ഞാൽ 6 മാസത്തിലധികം തുടർച്ചയായി എല്ലാ ശനിയാഴ്ചയും ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് ശ്രീ കുര്യൻ പ്രക്കാനത്തെ പോലെ മാത്രം, അദ്ദേഹത്തിന്റെ മാത്രം ഒരു സവിശേഷമായ നേതൃത്വമായി ഞാൻ കരുതുകയാണ്. കാരണം അദ്ദേഹം മറ്റുള്ളവരോട് ഇടപഴകുന്നതും അദ്ദേഹം മറ്റുള്ളവരോട് സംവാദിക്കുന്നതും അവരെ ആളുകളെ ചേർത്ത് പിടിക്കുന്നതും ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും വളരെയധികം നമ്മളെല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒരു പാഠമാണ് എന്ന് ഞാൻ എപ്പോഴും ഓർക്കുകയും എൻ്റെ കൂടെയുള്ളവരോട് ഞാൻ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഈ ഒരു അവസരത്തിൽ 25ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിൽ ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ബഹുമതിയായി ഞാൻ കരുതുകയും അതിന്റെ നന്ദിയും സ്നേഹവും കടപ്പാടും ബ്രാഹ്മൺ മലയാളി സമൂഹത്തോടും ബ്രാഹ്മൺ മലയാളി സമാജത്തോടും അതിന്റെ ഭാരവാഹികളോടും പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇന്ന് ഈ 25ാമത് ഡോക്ടർ ലൈവ് ഈ തരുണത്തിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു പ്രസാദേ, താങ്ക് യു. നല്ല വാക്കുകൾക്കൊക്കെ വളരെ നന്ദി. തുടർന്നും സഹകരണം നമുക്കൊന്നിച്ചുണ്ടാകണം. അടുത്തായിട്ട് ക്ഷണിക്കുന്നത് നമ്മുടെ ഓർമ്മയുടെ പ്രസിഡന്റും നെഫ്മാസിന്റെ നാഷണൽ വൈസ് പ്രസിഡന്റുമായ ശ്രീ അജു പിലിപ്പിനെയാണ്. അജു പിലിപ്പിൻ നമ്മുടെ സമാജത്തിന്റെ വളരെ അടുത്ത സ്നേഹിതനാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഡോക്ടർ ലേവൻ വന്നിരുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയ വിശിഷ്ടാതിഥികളെ, ബ്രാഹ്മൺ മലയാളി സമാജത്തിന്റെ പ്രസിഡന്റ് ശ്രീ കുര്യൻ പ്രക്കാനും, നമ്മളുടെ ഇന്നത്തെ മുഖ്യ പ്രഭാഷകനായ ഡോക്ടർ നമ്പൂതിരിപ്പാട്, ഇങ്ങനെ ഒരു അവസരം തന്നതിന് ആദ്യമേ ഞാൻ കുര്യൻജിയോട് നന്ദി അറിയിക്കുന്നു. ഈ പോസ്റ്റ് ട്രൂത്ത് എറ, സത്യാനന്തര കാലഘട്ടത്തിൽ, അതായത് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം മൂലം നമുക്ക് സത്യമേത്, ശരിയായ അറിവേത്, തെറ്റായ അറിവേത് എന്ന് സംശയം ജനിപ്പിക്കുന്ന വിധത്തിൽ നമ്മളുടെ ഫോണുകളിലെല്ലാം നിരന്തരമായിട്ട് അറിവും ഇൻഫർമേഷനും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ശരിയായ രീതിയിൽ ആരോഗ്യ അവബോധം സൃഷ്ടിക്കുന്നതിനും ശരിയായ രീതിയിൽ അത് ശാസ്ത്രീയമായ രീതിയിൽ കാനഡയിലെ മലയാളി സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്നതിന് വളരെയധികം പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു പരിപാടിയാണ് ഡോക്ടർ ലൈവ്. അതിൻ്റെ ഈ 25ാമത്തെ എപ്പിസോഡ് വരെ എത്തി നിൽക്കുന്നു എന്ന് അറിയുന്നത് വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ്. ഈ പരിപാടി നമ്മുടെ ഈ നേരിട്ടും അല്ലെങ്കിൽ ഇത് ലൈവായിട്ടും അത് പിന്നീടും പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പല നല്ല കാര്യങ്ങളും നമുക്കിതിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. വളരെയധികം നല്ല ആയുർവേദ ഭിഷുക്കന്മാരാണ് ഈ ക്ലാസ്സിനൊക്കെ നേതൃത്വം നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ബ്രാഹ്മൺ മലയാളി സമാജത്തെയും
അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ കുര്യൻ പ്രഖാനത്തെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മളുടെ ഈ കോവിഡ് കാലഘട്ടത്തിൽ പരസ്പരം സാമൂഹിക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ശരിയായ അറിവ് നമ്മളിലേക്ക് എത്തിക്കുന്നതിനും ഒക്കെ തന്നെ വളരെയധികം പ്രയോജനം ചെയ്തു. തുടർന്നും നല്ല പരിപാടികൾ സമൂഹത്തിനും മലയാളി സമൂഹത്തിനും ഒക്കെ തന്നെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ ബ്രാഹ്മൺ മലയാളി സമാജത്തിനും അതിന് നേതൃത്വം നൽകുന്ന ശ്രീ കുര്യൻ പ്രഖാനത്തിനും കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം. താങ്ക് യു അജി, താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ ശ്രീ ജോജി, ലണ്ടൻ അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ജോജിയുടെ വന്നിട്ടുണ്ട്. ജോജിയും ലണ്ടൻ മലയാളി സമാജത്തിന്റെ എല്ലാ പരിപാടികൾക്കും വരികയും ഇതിനു മുമ്പും ഡോക്ടർ ലൈവ് പ്രാവശ്യം വന്നിരുന്നു, വരികയും സപ്പോർട്ട് ചെയ്യുകയും സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. നമ്മുടെ പ്രിയങ്കരനായ ജോജിയെ അടുത്തായിട്ട് ആശംസ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. സ്നേഹം നിറഞ്ഞ കുര്യൻ പ്രഖാനം, ഡോക്ടർ ശിവധരൻ നമ്പൂതിരി ആൻഡ് അജു ഫിലിപ്പ്, മനോജ് ഇടമന, പ്രസാദ് നായർ, മറ്റ് സ്നേഹം നിറഞ്ഞ എല്ലാവരും. ഡോക്ടർ ലൈവ് പരിപാടിയുടെ 25th സെലിബ്രേഷന് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ 25 ഭാഗങ്ങളായിട്ട് ഇത്രയും വളരെ മനോഹരമായ ഒരു പരിപാടി ഈ പ്രത്യേക സാഹചര്യത്തിൽ, അതായത് നമുക്കറിയാം ലോകം മുഴുവൻ കോവിഡ് എന്ന മഹാമാരി ഇപ്പോഴും പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വളരെ അവസരോചിതമായി തന്നെയാണ് ബിഷപ്പ് കുര്യൻ പ്രഖാനത്തിന് അതിന് ബ്രാഹ്മൺ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ പരിപാടി ആവിഷ്കരിക്കാൻ സാധിച്ചത്. ഞാൻ ഈ പരിപാടി വളരെ ഒന്നിലധികം പ്രാവശ്യം ഞാൻ ഈ പരിപാടിയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ലൈവ് പരിപാടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും അലോപ്പതിയുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വളരെയധികം ആളുകൾ ഇതിലേക്ക് പോകുമ്പോൾ ആയുർവേദം, അതിന് പാരലായി തന്നെ ആയുർവേദം മനുഷ്യന് ഗുണകരമാണെന്നും അതിനുള്ള റെമഡികൾ അത് വളരെ മരുന്നില്ലാതെയൊക്കെ തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാവുന്ന ഒക്കെയുള്ള വളരെ നല്ല രീതിയിലുള്ള നല്ല അറിവുകൾ പകർന്നു തന്ന ഈ ഡോക്ടർ ലൈവ് പ്രോഗ്രാം കാനഡയിലെ ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരുന്നു എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി ഇത്രയധികം എത്തിച്ചത് 25 ആഴ്ചകളിലായിട്ട് ഇത്രയും ലോങ് ആയിട്ടൊരു പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കുര്യനെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. കാരണം ഇത്രയും ക്ഷമയോടുകൂടി ഈ ഓരോ പരിപാടികളും കോർഡിനേറ്റ് ചെയ്ത് അത് ഒന്നിലധികം മറ്റു പരിപാടികൾ കൂടെ ഉണ്ട് അദ്ദേഹത്തിന്. അപ്പം വളരെ ക്ഷമയോടുകൂടി വളരെ അടുക്കും ചിട്ടയോടുകൂടി പല ഡോക്ടേഴ്സിനെ ഇതിനകത്ത് കൊണ്ടുവന്ന് ഇത്രയും നല്ല വിജയകരമാക്കി ഈ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് മുൻപിൽ നിന്ന് പ്രവർത്തിച്ച കുര്യൻ പ്രഖാനത്തിന്, ബ്രാഹ്മൺ മലയാളി സമാജത്തിനും അതുപോലെ എല്ലാവർക്കും പ്രത്യേകം അനുമോദനം അർപ്പിക്കുകയാണ്. അതുപോലെ ഡോക്ടർ ശിവധരൻ നമ്പൂതിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ അനുമോദനങ്ങളും ലണ്ടൻ ഒന്റാറിയോ മലയാളി അസോസിയേഷന്റെ പേരിൽ ഞാൻ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജോജി. ജോജി ഓൾസോ നമ്മുടെ നാഷണൽ ഫെഡറേഷന്റെ സെക്രട്ടറിയാണ്. അടുത്തതായിട്ട് നമ്മുടെ ശ്രീ മനോജ് ഇടമന, നയാഗ്രയിൽ നിന്നും ഇവിടെ നമ്മുടെ ഡോക്ടർ ലൈവിന് എത്തിയിരിക്കുന്നു പറയാൻ പറ്റത്തില്ല, അവിടെ നിന്ന് തന്നെയാണ് പുള്ളി ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ്. എന്ത് പരിപാടിക്ക് ഈ പറയാനായിട്ട് നമ്മുടെ കൂടെ എന്തിനുമുണ്ട്. എല്ലാ അസോസിയേഷനുകളുമായിട്ടും വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുന്നതാണ് മനോജിനെ അടുത്തതായിട്ട് ആശംസാ പ്രസംഗത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. മനോജും നമ്മുടെ നാഷണൽ ഫെഡറേഷന്റെ ഭാരവാഹിയാണ്, സെക്രട്ടറിയാണ്. മനോജ് ഉണ്ടല്ലോ? മനോജ് ഉണ്ടല്ലോ? മനോജിന്റെ ലൈനിൽ ആള് കാണുന്നില്ല. മനോജ് സ്ഥലത്തുണ്ട്. അപ്പോൾ നമുക്ക്
അടുത്ത ആളിനെ വിളിച്ചു നോക്കാം. ഷാജി കുര്യൻ ഹാംബ്ലിഡ് സമാജത്തിന്റെ പ്രസിഡന്റ് ഉണ്ടോ? അദ്ദേഹം കാണുന്നില്ല. ഇപ്പൊ ഇനി നമുക്ക് മനോജിന്റെ ആശംസാ പ്രസംഗം ഇനി അവസാനത്തേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഡോക്ടറെ ക്ഷണിക്കാം. അടുത്തായിട്ട് പ്രിയപ്പെട്ട ഡോക്ടർ ശിവരൻ നമ്പൂതിരി ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞ് പരിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഡോക്ടർ ലൈവ് എന്നൊരു പരിപാടിയെപ്പറ്റി ചിന്തിച്ചപ്പോൾ തന്നെ ശ്രീ യോഗേഷ് പറഞ്ഞു, ഒരു ആചാര്യ ഗുരു ഇങ്ങനെ ഉണ്ട്, അദ്ദേഹമായിട്ട് എനിക്ക് പരിചയമുണ്ട്, നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം, അദ്ദേഹം വന്നു കിട്ടിയാൽ ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ നമ്മൾ സമീപിച്ചു. ആദ്യത്തെ എപ്പിസോഡിന് എത്തുന്നത് തന്നെ അദ്ദേഹമാണ്. ഇതിനിടയ്ക്ക് 1-2 ക്ലാസ്സുകൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ പരിപാടിയുടെ ഒരു ജീവനാഡി എന്ന് തന്നെ പറയാം ഡോക്ടർ ശിവരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലാസ്, അദ്ദേഹത്തിൻ്റെ പഠന ക്ലാസ് ഇവിടെയുള്ള ആളുകൾ ധാരാളമായി വളരെ ശ്രദ്ധിക്കുന്ന, ഈ ഡോക്ടർ ലൈവ് ഇത്രയും നടത്തുമെങ്കിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നൊക്കെ അവാർഡ് വാങ്ങിച്ച് ഏത് കാര്യത്തെപ്പറ്റിയും വളരെ ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള, അറിയാവുന്ന അദ്ദേഹം ഇത് മാത്രമല്ല സാമൂഹ്യത്തെ പറ്റിയൊന്നും എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല, കേട്ടതിന് ഉത്തരം പറയാമെന്ന് അറിയാം, അതിന് അപ്പുറത്ത് പറയാമെന്ന് അറിയില്ല. പക്ഷെ സാമൂഹ്യത്തെ പറ്റിയും ഒക്കെ വളരെ അഗാധമായ രീതിയിൽ പാണ്ഡിത്യമുള്ള, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ നിന്ന് അവാർഡ് വാങ്ങിച്ച അപൂർവ വ്യക്തികളിൽ ഒരാളാണ് ഡോക്ടർ ശിവരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം നമുക്ക് ഒരുപാട് പ്രചോദനമാണ്. ക്ലാസ്സുകൾ എടുത്ത ദിവസങ്ങളേക്കാൾ കൂടുതൽ ഓരോ ദിവസവും ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം ആദ്യം മുന്നേ വരുന്നത്. ക്ലാസ്സിനെ പറ്റി നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കുമ്പോഴും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ മുന്നേ വരുമ്പോൾ ആദ്യം അദ്ദേഹത്തിന്റെ മുഖമാണ് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത്. അതൊരു അനുഗ്രഹപ്രദമായ ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് ഈ പരിപാടിയുടെ 25 എപ്പിസോഡും നടന്നതിന്റെ ഒരു ഫുൾ ക്രെഡിറ്റ് തന്നെ അങ്ങനെയുള്ളതാണെന്ന് തന്നെ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അദ്ദേഹത്തെ അങ്ങനെ ആദരപൂർവ്വം ഈ ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ 25ാമത്തെ വാർഷികം പ്രമാണിച്ച് ഒരു വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ BMSന്റെ ഈ ഒരു യുണീക്കായിട്ടുള്ള പരിപാടി വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്നതിൽ അതീവ സന്തോഷമുണ്ട്. കാരണം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ അഭിനന്ദിക്കുന്നതും അതുപോലെ തന്നെ നല്ല കാര്യമാണ്. അതിന് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ധനം കൊണ്ടും ഏത് രീതിയിൽ നമ്മൾ ലോകത്തിൽ എവിടെയായാലും ഒരാൾ നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ ശ്രീ കുര്യൻജിയുടെ നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി പറയാണ്. ഈ ഒരു പരിപാടി 25, ഞാനും ഈ പറഞ്ഞ പോലെ, അദ്ദേഹം ആദ്യം പറഞ്ഞ പോലെ എത്ര പെട്ടെന്ന് 25 ആഴ്ചകൾ, അതിൻ്റെ പേര് വളരെ അന്വർത്ഥമാണ്, വളരെ കറക്റ്റായി. ഡോക്ടർ ലൈവ് വളരെ ലൈവായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട് BMS. അതിൻ്റെ പിന്നിൽ ഞാൻ കഴിഞ്ഞ ദിവസം വളരെ അതിശയോക്തിപരമല്ലാതെ പറഞ്ഞ പോലെ അതിൻ്റെ ജീവാത്മാവും പരമാത്മാവും അതുപോലെ നട്ടെല്ലും ഒക്കെ ആയിട്ടുള്ള നട്ടെല്ല്, ഞാനൊരു എന്തോ ഒരു ദിവസം ബാക്ക് പെയിനോ അതിനെക്കുറിച്ച് എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു നട്ടെല്ലായിട്ടുള്ള കുര്യൻജി ഉണ്ട് എന്നുള്ളത് ഒരു വലിയൊരു BMSന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരു സംശയമൊന്നുമില്ല. അതൊരു പുകഴ്ത്തി പറയലാണെന്ന് വിചാരിക്കേണ്ട. നമ്മൾ സത്യമായിട്ട് പറയുമ്പോൾ അത് ഒരുപക്ഷെ പല ആൾക്കാർക്കും പുകഴ്ത്തലാ തോന്നും, പക്ഷെ അതൊരു സത്യം മാത്രമായിട്ട് അവശേഷിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു സങ്കോചവുമില്ലാതെ ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ഈ ഒരു ഡോക്ടർ ലൈവ് എന്നുള്ള ആശയം വന്നത്. അത് നമ്മൾ വളരെയധികം ലോകം മുഴുവൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും പല ദിക്കിലും പല പ്രസ്ഥാനങ്ങളും, അത് സാമൂഹികമായും മറ്റ് ശാസ്ത്രീയമായും ദൈവശാസ്ത്രപരമായും ഒക്കെ പല വിഷയങ്ങളും പല ദിക്കിലും ഇതുപോലെ തുടർച്ചയായിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. എങ്കിലും
ഞാൻ തന്നെ പല ദിക്കിലും ഇതുപോലെ പല വിഷയങ്ങളിലും വേദമായിട്ടും മറ്റ് ആത്മീയമായിട്ടും ആയുർവേദപരമായിട്ടൊക്കെ ക്ലാസ്സുകളൊക്കെ എടുത്തിരുന്നു, ഇപ്പോഴും എടുക്കുന്നുണ്ടെങ്കിലും ഈ BMSന്റെ ഇതുപോലെ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പരിപാടി വേറെ എവിടെയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് യുണീക്ക് ആണെന്ന് പറയാൻ കാരണം. അത് 20ാമത്തെ പ്രാവശ്യവും ഇതുപോലെ 20th പ്രോഗ്രാം ചെയ്തപ്പോൾ ഞാനത് പറഞ്ഞു, അത് വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മൾ വീണ്ടും വളരെയധികം വിജയപ്രദമായിട്ടുള്ള ഒരു കാൽവെപ്പായിട്ട് ഈ 25ാമത്തെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം, ആത്മാർത്ഥമായിട്ടുള്ള ആശംസ അർപ്പിക്കുകയാണ്. ഞാൻ ക്ലാസ് തുടങ്ങാമല്ലോ അല്ലേ? എന്താ അഭിപ്രായം? അതോ വേറെ ആരെങ്കിലും ഉണ്ടോ? അതെയോ അതെയോ അല്ല, വേറെ ആരെങ്കിലും? അല്ല, ഗുരുജി പറയുന്ന കേൾക്കുന്നില്ല. അതെയോ? ഇല്ല, മ്യൂട്ട് തന്നെയാണ്. ക്ലാസ് തുടങ്ങാം. ഇപ്പം മനോജ് രമണെ കാണുന്നില്ല. മനോജ് രമണെ വിളിച്ചിട്ടുണ്ട്. മനോജ് എനിക്ക് തോന്നുന്നു പുള്ളി ലൈൻ ചെയ്ത് കാണുന്നുണ്ട്, പക്ഷെ പുള്ളി ആള് കിട്ടുന്നില്ല. എന്തോ ടെക്നിക്കൽ പ്രശ്നമായിരിക്കും. അപ്പൊ ക്ലാസ് തുടങ്ങിയ ഡോക്ടർ അവസാനം പുള്ളിയോട് പറയുകയാണെങ്കിൽ. ആയിക്കോട്ടെ, സന്തോഷം. എനിക്കിപ്പോ ഈ ഒരു ചെറിയൊരു സ്ലൈഡ് ഷോയെ കണ്ടു. അതുപോലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള നായകസ്ഥാനം അലങ്കരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളിലെ ആശംസകളും അഭിനന്ദനവും ഒക്കെ കണ്ടു. അപ്പോൾ എനിക്കൊരു ഉത്സവ പ്രതീതിയാണ് തോന്നി. വളരെയധികം ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായി മാറിക്കഴിഞ്ഞു ഈ 25ാമത്തെ. അതുകൊണ്ട് ഞാൻ ആസ്വദിക്കുകയായിരുന്നു, സമയം പോയത് അറിഞ്ഞില്ല. ഇത്രയും ഒരു മണിക്കൂറായി നമ്മൾ തുടങ്ങിയിട്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു വെന്നിക്കൊടി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വിജയ പതാക തന്നെയാണ് BMSനെ സംബന്ധിച്ചിടത്തോളം. അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനത്തെ ഒരു സന്ദർഭം വന്നത് ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നായിരുന്നുവെങ്കിലും അത് ഒരു തിരിച്ചറിവ് നമുക്ക് നൽകിയതാണ് ഈ ഇപ്പോഴത്തെ ഒരു പാൻഡമിക്. അത് എനിക്ക് തോന്നുന്നത് വിവേചന ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാൻ ഇത് ഇട നൽകി. പ്രകൃതി ഒരു ചെറിയൊരു അടി, ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെ മറന്നിട്ട് ലോകം മുഴുവൻ നമുക്ക് നോക്കി അറിയാം. മനുഷ്യനെ മറന്ന് അഹങ്കാരത്തോടു കൂടി പ്രകൃതിയെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രകൃതിയെ കീഴടക്കുക, അങ്ങനെ തന്നെ ഒരു വാക്ക്, വളരെ മോശമായിട്ടുള്ളൊരു വാക്ക് കുറെ കാലമായിട്ടുണ്ടായിരുന്നു. പ്രകൃതിയെ കീഴടക്കാം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾ ലോകത്തിന്റെ അധിപൻ മനുഷ്യനാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു പ്രകൃതിയുടെ ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ്. പ്രകൃതിയാണ് ഈശ്വരനാണ് പ്രകൃതി. അപ്പൊ അതുകൊണ്ട് ഈശ്വരൻ തന്ന ഒരു ചെറിയൊരു അടിയായിട്ട് നമ്മൾ കണക്കാക്കിയാൽ മതി. കാരണം മനുഷ്യത്വം ഇല്ലാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിരുന്ന ഒരു കാലഘട്ടമാണ്, അതിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഞാൻ പലപ്പോഴും ഇപ്പൊ ഇന്നുമായിട്ട് ഞാൻ കുറച്ച് യാത്ര ചെയ്ത് വരുമ്പോൾ ഞാനൊരു ഫംഗ്ഷന് പോയതാണ്, ഒരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട്. സാധാരണ ഇപ്പൊ നിങ്ങളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ അവിടെയൊക്കെ അങ്ങനെയൊന്നും കാണാത്തൊരു കാര്യമാണ്. ഇവിടെയൊക്കെ കേരളത്തിൽ പ്രത്യേകിച്ചും 2-3 കാര്യങ്ങളിൽ നമ്മളെ മറന്നുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പണ്ട് പറഞ്ഞ പോലെ ജീവിക്കാൻ മറന്നുപോയി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലൊക്കെ വിവാഹ വിഷയങ്ങള് അതുപോലുള്ള എന്തെങ്കിലും ഒരു വിശേഷ അവസരങ്ങളിൽ 1000-2000 പേരൊക്കെയാണ് ഒരു കല്യാണത്തിനൊക്കെ പങ്കെടുക്കുന്നത്. ഇപ്പൊ അതൊരു പ്രസ്റ്റീജിന്റെ വിഷയമായി. ഇപ്പൊ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഒരു 100-150 പേരൊക്കെയാണ് ഒരു വിവാഹത്തിന് പങ്കെടുത്തിരുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ മൂത്ത സഹോദരിയുടെയൊക്കെ മാരേജ് ഒരു 40 കൊല്ലം മുമ്പേക്ക് ആയിരുന്നു. അന്നൊക്കെ 100 പേര് 150 പേരായിരുന്നു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ഇപ്പൊ അടുത്ത കാലത്ത് ഞാനൊരു വിവാഹത്തിന്, വളരെ ഒരു VIP വിവാഹത്തിന് പോയി 4000-5000 പേരാണ് അതിന് പങ്കെടുത്തത്.
അത് എന്തിനാ ഇങ്ങനെ ഒരു പൂരത്തിനുള്ള ആൾക്കാർ കൊണ്ടുവരണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് വളരെയധികം അനവസരത്തിലുള്ളതാണ്, വളരെയധികം മോശമായിട്ടുള്ള കാര്യമാണ്. അതിനൊക്കെ ഒരു തടയിടാൻ ഈ ഒരു ചെറിയ നമ്മുടെ ഈശ്വരൻ്റെ ഇത് പറഞ്ഞ പോലെ അതിന് ആകാരമില്ല, നമുക്ക് മനുഷ്യനെ കാണാൻ പറ്റില്ല, അത്രയും നിസ്സാരനാണ് എന്ന് വിചാരിച്ചിരുന്ന നമ്മുടെ ഈ ഒരു ചെറിയൊരു വൈറസ് നമ്മളെ എല്ലാം മുൾമുനയിൽ നിർത്തി, എല്ലാവരുടെയും വായ അടച്ചു കെട്ടി. അനങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ അനങ്ങിയില്ല നമ്മളൊക്കെ. അപ്പൊ അതൊരു തിരിച്ചറിവ് തന്നെയായിരുന്നു. തീർച്ചയായും നമ്മൾ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ പ്രാകൃതമാവണം എന്നല്ല അർത്ഥം. പ്രകൃതിയിലേക്ക് മടങ്ങി നമ്മളോടൊപ്പമുള്ള സഹജീവികളെ സ്നേഹിക്കാനും ആദരിക്കാനും ഒരു അവസരം വീണ്ടും പ്രകൃതി തന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അവസരം നമ്മൾ കളഞ്ഞു കുളിക്കരുത്. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഒരു വിവാഹത്തിന് പോയപ്പോൾ അവിടെ ഒരു 100-150 പേരെ അത്രയേ ഉള്ളൂ. ഞാൻ പണ്ടും പല ആൾക്കാരോടും വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ ഇതുപോലുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാലോ, ഫോറിനിലൊക്കെ ഇത്തരം പരിപാടികളൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ വെച്ച് വളരെ ഭംഗിയായിട്ട് പറ്റും. മറ്റത് എനിക്ക് തന്നെ എൻ്റെ കുടുംബത്തിൽ തന്നെ പല കല്യാണങ്ങൾക്കും 500-1000 പേരൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മള് ആതിഥേയനായിട്ടുള്ള അതിഥികളെ കാണാനോ അവരോടൊന്ന് സംസാരിക്കാനോ പോലും പറ്റാത്ത അത്രയും തിരക്കായിരിക്കും. അവരെന്നെ വന്ന് ഇടിച്ച് ഈ കല്യാണ മണ്ഡപത്തിലൊക്കെ ആകുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ എനിക്കൊക്കെ വളരെ വിഷമാണത്. ഇടിച്ചു കയറി നമ്മൾ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി ഭക്ഷണം കഴിക്കുമ്പോൾ എന്തോ പട്ടിണി കിടന്ന് 10 ദിവസമായിട്ട് പട്ടിണി കിടന്ന് വരുന്ന ആൾക്കാരുടെ പോലെ കാണുന്നുണ്ടായിരുന്നു. അതിൽ യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഏറ്റവും വിഷമം അരോചകമായിട്ടുള്ള കാര്യമായിരുന്നു. ഇടിച്ചു കയറി കല്യാണത്തിന് സീറ്റ് പിടിച്ച് പിന്നിൽ ആൾക്കാർ നിൽക്കുക. അപ്പൊ നമുക്ക് സ്വസ്ഥമായിട്ട് കഴിക്കാൻ പോലും പറ്റാത്ത, അങ്ങനെയൊക്കെ നിങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും, ഒരു പക്ഷെ നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും. എന്തായാലും അതൊക്കെ മാറി ഒരു 50 പേര്, 100 പേര്, 150, ഇപ്പം മാക്സിമം 200 പേരെ ആവാന്ന് പറഞ്ഞു. അപ്പോ നമ്മളൊക്കെ വിവേകമുള്ള മനുഷ്യൻ എന്ന് വിചാരിക്കുന്ന നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. അതുപോലെ അനാവശ്യമായിട്ടുള്ള ധൂർത്തുകളെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കണം. ഇതൊക്കെ പ്രകൃതി നമുക്ക് തരുന്നൊരു പാഠമാണ്. അപ്പൊ അത് നമ്മൾ എന്ത് നെഗറ്റീവായിട്ടുള്ള എന്ത് വിഷയങ്ങൾ നമ്മളെ കൊണ്ടെത്തിച്ചാലും ഇതിലെത്തിച്ചാലും അതിൽ നിന്ന് നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു പാഠം പഠിക്കുകയാണെങ്കിൽ മനുഷ്യന് എപ്പോഴും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇരിക്കാൻ പറ്റും. അതാണ് എനിക്കിപ്പോൾ ഇതിൽ പ്രാഥമികമായിട്ട് പറയാനുള്ളത്. അതിൻ്റെ ഇടയിൽ ഇപ്പൊ 25 ആഴ്ചകളെ ഇതുപോലെ തുടർച്ചയായിട്ട് നമ്മൾ വന്നു. ഞാൻ പലപ്പോഴും പല ദിക്കിലും എൻ്റെ സുഹൃത്തുക്കളും മറ്റ് ഒരുപാട് വ്യക്തികളുണ്ട് സ്വന്തം ജീവൻ പണയം വെച്ച്. ഇപ്പൊ ഡോക്ടർ ലൈവ് എന്ന് പറയുമ്പോൾ ആ ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലീനിങ് സ്റ്റാഫ് മുതൽ എന്ന് പറഞ്ഞാൽ അവർ മോശമായിട്ടല്ല ഞാൻ പറഞ്ഞത്, അവർ മുതൽ ഏറ്റവും ടോപ്പിലുള്ള ഡയറക്ടർ തസ്തികയിലുള്ള ആൾക്കാർ വരെ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് ഇത്രയും കാലം, ഏതാണ്ട് ഒരു 10 മാസം ലോകം എമ്പാടും അവര് പ്രവൃത്തി ചെയ്തിരുന്നത്, ജോലി ചെയ്തിരുന്നത്. അവരോട് നമ്മൾ തീർച്ചയായിട്ടും കടപ്പെട്ടിരിക്കുന്നു. കാരണം അവരുടെ വരുമാനം അല്ല അവർ നോക്കിയിരുന്നത്. അവരവിടെ കാണിച്ചിരുന്നത് നമുക്ക് കേരളത്തിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. സഹജീവികളോടുള്ള സ്നേഹവും കാരുണ്യമൊക്കെയാണ് നമ്മളതിൽ കണ്ടിരുന്നത്. അപ്പൊ അവരോടൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കേണ്ട ആൾക്കാരാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പോൾ ഡയബറ്റീസിനെ കുറിച്ചോ അല്ലെങ്കിൽ ക്യാൻസറിനെ കുറിച്ചോ പല വിഷയങ്ങളും ഇവിടെ പാർട്ട് 1, പാർട്ട് 2 അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ക്ലാസ് എടുക്കാൻ എനിക്ക് അവസരം കിട്ടി. വളരെ സന്തോഷം. കഴിഞ്ഞ ദിവസം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഞാൻ സംസാരിച്ചത്. നമ്മുടെ മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിൽ അതിനുള്ള പങ്ക്, ആരോഗ്യത്തിലെ സ്വഭാവ രൂപീകരണത്തിന്റെ പങ്കാണ് നമ്മളന്ന് തുടങ്ങി വെച്ചത്. കുറെ കാര്യങ്ങൾ ഞാൻ അന്ന് പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് ഞാൻ തുടങ്ങി തന്നെ ആയുർവേദത്തിന്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാട്. ആയുർവേദം എന്ന് പറയുമ്പോൾ ഒരു ആരോഗ്യശാസ്ത്രം, ഒരു ചികിത്സാശാസ്ത്രം മാത്രമല്ല, ഒരു വൈദ്യശാസ്ത്രമാണ്. ആരോഗ്യത്തെ സമഗ്രമായി പ്രതിപാദിക്കുന്ന വളരെ പൗരാണികമായ ഒരു വൈദ്യശാസ്ത്രം തന്നെയാണ് ആയുർവേദം. അപ്പൊ അതിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമ്മുടെ മനുഷ്യന്റെ സ്വഭാവം, സ്വഭാവം, സ്വന്തമായിട്ടുള്ള ഭാവമാണ് സ്വഭാവം. ഈ സ്വഭാവത്തിന് എന്താണ് നമ്മുടെ ആരോഗ്യത്തിൽ ഉള്ള പ്രസക്തി, ഇൻഫ്ലുവൻസ്, സ്വാധീനം എന്നൊക്കെയാണ് നമ്മളത് കുറച്ച് പറഞ്ഞു വെച്ചത്. അപ്പൊ അതിൽ ഞാൻ ആദ്യം വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു, മനസ്സിന്റെ ഇൻവോൾവ്മെന്റ്, ശാരീരികവും മാനസികവുമായിട്ടുള്ള രോഗങ്ങളിൽ മനസ്സിന്റെ സ്വാധീനം
മനസ്സിന്റെ പ്രസക്തി ഇതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പം നമ്മുടെ ആയുർവേദത്തിലെ ഈ രാഗം, ദ്വേഷം, അസൂയ, മത്സര്യം ഇതുപോലുള്ള വികാരങ്ങളെ അതാണ് ശരിയായിട്ടുള്ള രോഗങ്ങൾ എന്നാണ് പറയുന്നത്. അത് ഞാൻ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു വെച്ചു. ജീവിതത്തിൽ നമുക്കൊരു കാര്യം എല്ലാവർക്കും അറിയാം, ജീവിതം ഒന്നേ ഉള്ളൂ. ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആരോഗ്യം ഇല്ല എന്ന് പറഞ്ഞാൽ അത് പിന്നെ ആ ജീവിതം വളരെ വിഷമമാണ്, സങ്കീർണമാണ്. അതൊരു പിന്നെ അത് സീറോ ആയി തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ജീവിതത്തിലെ ഏറ്റവും പ്രധാനം, പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനം സമ്പത്താണ് എന്ന് ധരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് തിരിച്ചറിയണം. നമ്മൾ ഏറ്റവും അധികം വേണ്ടത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യമാണ്. ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ദിവസം. കാരണം നമ്മളെല്ലാവരും ഒരു കാര്യം ഉറപ്പാണ്, അവനവൻ്റെ സുഖമാണ് മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നുണ്ട്. അപ്പൊ അതിനെന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവാം, അതെങ്ങനെ നമുക്ക് മാറ്റി കൊണ്ടുപോകാം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. കാശുകൊണ്ട് കിട്ടാവുന്ന ആരോഗ്യം അതിനൊരു പരിമിതിയുണ്ട്. അതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ, ദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഔഷധങ്ങൾ ഇല്ലാതെ ചികിത്സിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ആയുർവേദത്തിൽ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. കുറച്ച് സമയം അതിക്രമിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാൻ നോക്കാം. അപ്പൊ ഇതില് ഏറ്റവും അധികം നമ്മുടെ ആയുർവേദത്തിലെ മറ്റു വൈദ്യശാസ്ത്രങ്ങളുമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു 500-600 കൊല്ലമായിട്ട് ആയുർവേദത്തിൽ യാതൊരു ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങളും നടക്കുന്നില്ല. അതിൻ്റെ പോരായ്മ വളരെയധികമുണ്ട്. ഇന്ന് എനിക്ക് ഏറ്റവും അധികം ഇതിനോടൊപ്പം തന്നെ ബഹുമാനമുള്ള ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ മേന്മകൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. അതിനെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിച്ചേ മതിയാവും. അതിനോടൊപ്പം നമ്മളൊരു ആയുർവേദത്തിൽ എപ്പോഴുമുള്ള ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ്. ആ ഒരു ചിന്താഗതി കൂടി നമ്മൾ അലോപ്പതിയോടുകൂടി സമഞ്ജസമായിട്ട് സമ്മേളിപ്പിക്കുകയാണെങ്കിൽ, കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഒരു ആരോഗ്യ സമ്പ്രദായം അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര സമ്പ്രദായമായിട്ട് മാറും. ഇവിടെ പലപ്പോഴും നമ്മുടെ സങ്കുചിത മനോഭാവം കൊണ്ട് ഞാൻ ആയുർവേദം പഠിച്ചു കഴിഞ്ഞാൽ ആയുർവേദമാണ് ഏറ്റവും വലിയ വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ ആരോഗ്യശാസ്ത്രം എന്ന് തെറ്റിദ്ധരിച്ച് ഒരാൾക്കാരുണ്ട്. അതുപോലെ തന്നെ എല്ലാ ശാസ്ത്രത്തിലും ഉണ്ട്. ബാക്കി എല്ലാത്തിനോടും പുച്ഛവും അതിനോടൊരു അവഗണനയും അവജ്ഞയും ഉള്ള ഒരു ചിന്താഗതി ഉണ്ട്. അതൊക്കെ മാറ്റിയാൽ മാത്രമേ മനുഷ്യൻ നന്നാവുള്ളൂ. അതൊക്കെ വളരെ വ്യക്തമായിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇതുപോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ്, പല വിഷയങ്ങളും പറഞ്ഞപ്പോൾ പറഞ്ഞു, ചിലപ്പോൾ ചെറിയ ചെറിയ ശ്ലോകങ്ങളൊക്കെ പറഞ്ഞു വരും. അതൊരു നിങ്ങൾ ക്ഷമിക്കുക. ഒരു ആയുർവേദത്തിൽ പറയുന്നുണ്ട്, ഏകം ശാസ്ത്രം അധീയാന ന വിദ്യാൽ ശാസ്ത്ര നിശ്ചയം. ഒരു ശാസ്ത്രം പഠിച്ചത് കൊണ്ട് മാത്രം ഒരാളെ ഒരു പണ്ഡിതനാവുന്നില്ല, ശാസ്ത്രജ്ഞനാവുന്നില്ല. തസ്മാൽ ബഹുശ്രുത ശാസ്ത്രം. ഇത് ഏതാണ്ട് ഒരു 1000 കൊല്ലം മുമ്പ് എഴുതിയ ബുക്കിലൂടെ എഴുതിയതാണ്. ഇങ്ങനെ ഒരുപാട് മൊഴിമുത്തുകൾ ആയുർവേദത്തിലുണ്ട്. നിരവധി ശാസ്ത്രങ്ങള് പഠിച്ചാൽ മാത്രമേ ഒരാളെ പണ്ഡിതനാണ്, ശാസ്ത്രജ്ഞനാണെന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു ആയുർവേദ വൈദ്യനും അല്ലെങ്കിൽ ഡോക്ടർക്കും നമ്മുടെ മാത്രമാണ് ക്ഷേമം, ബാക്കിയെല്ലാം മോശമാണ് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അതേ ചിന്താഗതി മറ്റ് ഇതര വൈദ്യശാസ്ത്രത്തിലുള്ള ഡോക്ടർമാർക്കും ഉണ്ടായാൽ കൊള്ളാം എന്നൊരു മോഹമുണ്ട്. അപ്പൊ ഈ ഒരു വിഷയം ആയുർവേദത്തിൽ മാത്രം പറഞ്ഞിരിക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ആയുർവേദക്കാരെ സംബന്ധിച്ചിടത്തോളം ആയുർവേദത്തിലെ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മെഷീനല്ല. വികാരവും വിചാരവും സന്തോഷവും സങ്കടവും ഇതെല്ലാമുള്ള നമുക്ക് തുല്യനായിട്ടുള്ള ഒരാളാണ് രോഗി എന്ന് പറയുന്നത്. അപ്പൊ ആ രോഗിയെ ചികിത്സിക്കുമ്പോൾ ഒരു മെക്കാനിക്കൽ ആവരുത് എന്നുള്ള നിർബന്ധം ആയുർവേദത്തിൽ വളരെയധികം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അത് ഉണ്ടാവണം. എന്നാൽ മാത്രമേ മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വൈദ്യശാസ്ത്രമായിട്ട് മാറുകയുള്ളൂ. ഒരു കാലത്ത്
ആയുർവേദം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ആയുർവേദം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഒരു ചികിത്സാ ശാസ്ത്രം, അങ്ങനെയല്ല. ഇതിനോടൊപ്പം തന്നെ ഹസ്തി ആയുർവേദം ഇപ്പോഴും വളരെ കുറച്ച് ഡോക്ടർമാർ, ആയുർവേദ ഡോക്ടർമാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, വളരെയധികം ഫലപ്രദമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗുരുവായൂർ പോലുള്ള 60ഉം 70ഉം ഒക്കെ ഉള്ള ആനകളുള്ള അല്ലെങ്കിൽ സ്ഥലങ്ങളിലൊക്കെ ആയുർവേദ ആന ചികിത്സക്കാരുണ്ട്. ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും. അതിന് ഹസ്തി ആയുർവേദം എന്ന് പറയും. അതിന് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും കുറച്ച് ഗ്രന്ഥങ്ങളൊക്കെ കിട്ടാൻ, പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. അതുപോലെ അശ്വായുർവേദം, അന്നൊക്കെ ഈ യുദ്ധം ചെയ്യുമ്പോൾ രാജാക്കന്മാർക്ക് കുതിരകളാണല്ലോ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ പോലെ മോട്ടോർ വാഹനങ്ങളൊന്നും മറ്റ് ഇതൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കുതിരപ്പുറത്തും ആനപ്പുറത്തും ഇരുന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് കുതിരകളൊക്കെ അന്ന് പരിക്ക് പറ്റും. അപ്പൊ ഈ അങ്ങനെ പരിക്ക് പറ്റുന്ന കുതിരകളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അശ്വായുർവേദത്തിൽ വളരെയധികം പ്രഗത്ഭരായിട്ടുള്ള വൈദ്യന്മാരുണ്ടായിരുന്നു, പുസ്തകങ്ങളുണ്ടായിരുന്നു, ഇപ്പോഴും കുറച്ചൊക്കെ അവൈലബിൾ ആണ്. അതും പോരാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ അടുത്ത കാലത്താണ് ഈ നമ്മുടെ പോലെ തന്നെ ജീവനുണ്ട് വൃക്ഷങ്ങളൊക്കെ അല്ലെങ്കിൽ ചെടികളൊക്കെ എന്ന് നമ്മൾ ഇപ്പോഴും നമുക്ക് ആ ഒരു ബോധമില്ല, അത് വേറെ വിഷയം. എങ്കിൽ പോലും ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിച്ചത് ആ വൃക്ഷങ്ങളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് വൃക്ഷ ആയുർവേദം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പ്രിന്റഡ് ആയിട്ടുള്ള മലയാളത്തിലും സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും ബുക്ക് അവൈലബിൾ ആണ്, വൃക്ഷായുർവേദം. അപ്പൊ വൃക്ഷായുർവേദത്തിലെ വൃക്ഷങ്ങളെ എങ്ങനെ ചികിത്സിക്കണം എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരുപാട് യോഗം എന്ന് പറഞ്ഞാൽ മരുന്നുകൾ, കോമ്പൗണ്ട് അതിൽ പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഈ വൃക്ഷത്തിന് എന്തൊക്കെ വരാം, അതിൽ പലതും റിസർച്ച് ചെയ്യേണ്ടതാണ്. എല്ലാം ശാസ്ത്രീയമായിട്ട് സത്യമാണോ എന്ന് എനിക്കറിയില്ലെങ്കിലും ഈ ഒരു ചെടി ഇതിനൊക്കെ ബെഡിങ് ഒക്കെ അതിൽ പറയുന്നുണ്ട്, വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. എത്ര കൊല്ലം മുമ്പ് എഴുതിയതാ? 50 100 കൊല്ലം മുമ്പല്ലല്ലോ, 500 1000 കൊല്ലം മുമ്പ് എഴുതിയ പുസ്തകത്തിൽ ഈ ബെഡിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ബെഡിങ് വഴി ഒരു വെള്ള നിറത്തിലുള്ള ഒരു പൂവ് ഉണ്ടാവുന്ന ഒരു ചെടിയിൽ ചുമപ്പ് നിറത്തിലുള്ള വേറൊരു ചെടിയുടെ കഷ്ണം വെച്ച് പിടിപ്പിച്ച് അതിന് ചില കഷായൊക്കെയാണ് ഒഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ചില മരുന്നുകളൊക്കെ ഒഴിച്ച് അതിന് നനച്ച് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള പുഷ്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതൊക്കെ ശ്ലോകത്തിലെ, സംസ്കൃത ശ്ലോകത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വാസ്റ്റ് ഏരിയ ആണ് ഈ ആയുർവേദം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ വെറും മനുഷ്യന് ചികിത്സിക്കാനുള്ളത് മാത്രമല്ല എന്ന് ഞാൻ ഒരു സാന്ദർഭികമായിട്ട് പറയായിരുന്നു. ഇതൊരു വിഷയം. പിന്നെ ആയുർവേദത്തിന്റെ പ്രത്യേകത കുറെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ ചുരുക്കി പറയാം. ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മനുഷ്യനൊക്കെ ഇപ്പൊ ഭക്ഷണത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ആ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. മനുഷ്യന്റെ ആരോഗ്യത്തിൽ ഭക്ഷണത്തിന്റെ പ്രാധാന്യം ഇത്രയധികം പറയുന്ന വേറൊരു വൈദ്യശാസ്ത്രവും ലോകത്തിലില്ല. ഞാൻ 100% ഷുവർ. കാരണം ആദ്യം തന്നെ ആയുർവേദത്തിൽ ഞാൻ മുമ്പ് 1-2 ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, ചികിത്സയല്ല ആദ്യം പറയുന്നത് ആയുർവേദത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് പറയുന്നു, അതിനോടൊപ്പം സദ്വൃത്തം പറയുന്നു. അതാണ് ഞാൻ ഇന്ന് പറയുന്ന ഭാഗത്തിന്റെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. സദ്വൃത്തം എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനായിരിക്കും. അത് വളരെ, നമുക്ക് നല്ല മനുഷ്യനെ കിട്ടാൻ വലിയ വിഷമമാണ്. പണ്ട് സോക്രട്ടീസ് ഒക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അതുപോലെ ചില പഴയ തത്വചിന്തകര് പറഞ്ഞ പോലെ, അത് വേണ്ടല്ലേ, ഒരു വിളക്ക് പിടിച്ച് നടന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ്, പകലും വിളക്ക് പിടിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു നല്ല മനുഷ്യനെ കണ്ടെത്താൻ വലിയ വിഷമാണത്. നമ്മളിപ്പോഴുള്ള എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ പ്രസംഗിക്കുന്നല്ലാണ്ട് നമ്മൾ നല്ല മനുഷ്യനാണ് ഞാൻ അവകാശപ്പെടുന്നില്ല, എനിക്ക് തോന്നുന്നില്ല നമ്മളൊന്നും. കാരണം സ്വാർത്ഥതയൊക്കെ നമ്മളെ കീഴടക്കിയിരിക്കുകയാണ്. അപ്പൊ നല്ല മനുഷ്യനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളാണ് സദ്വൃത്തം എന്ന് പറയുന്നത്. സത്ത് എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാർ, സജ്ജനങ്ങളെന്നർത്ഥം. അവരുടെ വൃത്തം എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ്, എങ്ങനെയൊക്കെ പെരുമാറണം, എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ പറയുന്നത് സദാചാരം എന്നർത്ഥം. സദാചാരം, നല്ല ആൾക്കാർ, നല്ല കാര്യങ്ങൾ ആചരിക്കുക, ഇതൊക്കെ പറയുന്നത് ആയുർവേദത്തിലെ ആദ്യത്തെ ഭാഗത്തിലാണ്. അതുപോലെ ദിനചര്യ, ഋതുചര്യ. ദിനചര്യ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. എങ്ങനെ അന്നത്തെ കാലത്ത് പറയുന്നതാണ് കേട്ടോ, ഇന്നൊന്നും അതൊരു മുഴുവനും പ്രസക്തമല്ല. അതിനൊക്കെ കുറെ മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതായിട്ടുണ്ട്. അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് പറയാണ് അന്ന് എങ്ങനെയാണ്. കാരണം അന്ന് അതിൽ പറഞ്ഞിരിക്കുന്നത് ചെടികളുടെ കമ്പ് കൊണ്ടും ഇലകളുടെ ഇല പൊടിച്ച് അതൊക്കെയാണ് പല്ല് തേക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ പുതിയ ഡെന്റിസ്റ്റുകൾ, എനിക്കറിയാവുന്ന ചില മോഡേൺ ആയിട്ടുള്ള BDS MDS കഴിഞ്ഞ ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഡോക്ടറെ, നമ്മൾ ഈ മാവില കൊണ്ട് പല്ല് തേച്ചുള്ള ഗുണം വളരെ ശരിയാണെന്നുള്ളത് നമുക്കറിയാം എന്ന് രഹസ്യമായിട്ട് സമ്മതിക്കുന്ന ഒരു അവസ്ഥയ്ക്കില്ല. എൻ്റെ അച്ഛൻ 89 വയസ്സിലാണ് മരിച്ചിട്ട് 10-20 കൊല്ലം കഴിഞ്ഞു. അദ്ദേഹം ദിവസവും എവിടെ പോയാലും വേദവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല അമ്പലങ്ങളിലും പല പരിപാടികൾക്കും പോയിരുന്ന അങ്ങനത്തെ ഒരു സാത്വികനായിട്ടൊരു ആളായിരുന്നു.
89 വയസ്സിൽ മരിക്കുന്നത് വരെ ആരോഗ്യ വലിയ വിഷമൊന്നും കൂടാണ്ടിരുന്നു. എല്ലാ ദിവസവും മാവില, പഴുത്ത മാവിൻ്റെ ഇല, മിക്കവാറും അത് എല്ലാ കാലത്തും അവൈലബിൾ ആണ്, അല്ലെങ്കിലും കുറച്ച് വിഷമുണ്ടെങ്കിലും പച്ച മാവില കൊണ്ട് ദിവസവും പല്ല് തേച്ചിരുന്നു. അത് അച്ഛൻ്റെ ഒരു ശീലമാണ്. വൈകുന്നേരമായാൽ എവിടെയാ പോണെച്ചാൽ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ എവിടെയാ വെച്ചാൽ അവിടെ പരിസരത്തൊക്കെ നടന്ന് ഒരു 2-3 നല്ല പഴുത്ത മാവിൻ്റെ ഇല, പഴുത്ത മാവില ഇല്ലെങ്കിൽ പച്ച മാവില എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി രാത്രി എടുത്ത് വെക്കും. പിറ്റേ ദിവസം രാവിലെ 3 മണി 4 മണി നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ് തേച്ചിരുന്നത്. അതുകൊണ്ട് അച്ഛൻ മരിച്ച് സംസ്കരിക്കുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം, 2-3 പല്ല് പോയിട്ടുണ്ടെന്നല്ലാണ്ട് വേറെ ഒരൊറ്റ പല്ലിന് ഒരു കുഴപ്പമില്ല. നന്നായിട്ട് ഉപ്പേരിയൊക്കെ കടിക്കാൻ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. വേറെ ഒരു സാധനവും ഉപയോഗിച്ചിരുന്നില്ല. വളരെ അപൂർവമായിട്ടൊക്കെ ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ പൽപ്പടിയോ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടാവാം എന്നല്ലാതെ മാവില മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങള് ഇത് ഒരു കാലത്ത് നമ്മൾ വിചാരിച്ചിരുന്നു, ഞാൻ മാവില കൊണ്ട് ദിവസം പല്ല് തേച്ചാൽ അയാളെ വളരെ കൺട്രി ഫെല്ലോ എന്നൊക്കെ പറയില്ലേ, അതുപോലെ വളരെ പ്രാകൃതനാണ്, മോശക്കാരനാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. കാരണം അതിന് ഒരു പ്രധാന കാരണം നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ പാശ്ചാത്യരെ നോക്കി അവരിവിടെ വന്നിട്ട് ഇത് നല്ലതാന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പോവാം, ശരിയാണ്, നല്ലതാണ് എന്നുള്ളൊരു വിചാരം വന്നിട്ടുണ്ട്. അപ്പൊ അവര് പല ആൾക്കാരും ഇവിടെ വന്ന് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ മോശമാണെന്ന് ധരിച്ചിരുന്ന പല കാര്യങ്ങളും അവർ നല്ലതാന്ന് പറഞ്ഞ് സ്വയം അനുഷ്ഠിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മോശമാണെന്ന് തള്ളിക്കളയാതെ അത് മനുഷ്യന് ഹിതകരമാണ്, നല്ലതാണ് എങ്കിൽ അത് സ്വീകരിക്കാൻ നമ്മൾ മടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ളവർ എന്ത് വേണേ പറഞ്ഞോട്ടെ, വേറൊരാൾക്ക് ദോഷമില്ലാത്ത ഒരു കാര്യം നമ്മൾ സ്വയം അനുഷ്ഠിക്കുന്നതിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇത്തരം സദ്വൃത്തവും സദാചാരവും ഒക്കെ ആയുർവേദത്തിൽ ആദ്യത്തെ ഭാഗത്തിൽ പറയുന്നുണ്ട്. ദിനചര്യ, ഋതുചര്യ എന്ന് പറഞ്ഞാൽ ഓരോ സീസണിലായിട്ടുണ്ടാകുന്ന നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിന്റെ ചേഞ്ചസ്. ഇപ്പൊ മഴക്കാലത്ത് ചെയ്യുന്ന പോലെയല്ല മഞ്ഞുകാലത്ത് നമ്മൾ ജീവിക്കേണ്ടത്, വേനൽക്കാലത്ത് അതുപോലെയല്ല. അപ്പൊ ഇതൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആയുർവേദത്തിൽ ആദ്യമാണ് പറയുന്നത്. സ്വസ്ഥവൃത്തം എന്ന് പറയുന്നത്. സ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തോടു കൂടിയിരിക്കുന്ന ഒരാള്, അയാളുടെ വൃത്തം, അയാളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അതെന്തൊക്കെയാന്നുള്ളത് വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ വേറെ ഒരു വൈദ്യശാസ്ത്രത്തിലും കാണാത്ത ഒരു കാര്യമാണ്. ബാക്കി ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പൊ നമ്മുടെ ഇതിനു വേണ്ടി 2 ദിവസം ക്യാൻസറിനെ കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ, നമ്മുടെ ഡോക്ടർ ലൈവില് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആയുർവേദത്തിലെ കുറെ പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തു. ഞാൻ അലോപ്പതിയിലെ പുസ്തകങ്ങൾ ഞാൻ ഒരുപാട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ നോക്കിയപ്പോൾ അതിലൊക്കെ ഏത് വിഷയം എടുത്താലും ആ വിഷയത്തില് അതിനെ ഒരു മനുഷ്യന്റെ ശരീരത്തെ ഒരു വസ്തുവായിട്ട് കണ്ടെത്തി അതിന്റെ ഫിസിയോളജി, അനാട്ടമി, ബാക്കി എല്ലാ കാര്യങ്ങളും വിസ്തരിച്ച് പറയുന്നുണ്ട്. വലിയ 500-1000 പേജുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും ഈ ക്യാൻസർ വരുമ്പോൾ ക്യാൻസർ ഉണ്ടാകാൻ നമ്മുടെ മനസ്സിലെ വിദ്വേഷം പോലെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകള് ഒരു കാരണമാണ് എന്ന് എവിടെയും പറയുന്നത്. പക്ഷെ അതൊരു ഫാക്റ്റാണ്. അതിന് അടുത്തിടെ ഞാൻ ചില നെറ്റിലൊക്കെ ചില റിസർച്ചൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു, നമ്മൾ ചില കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന ആൾക്കാർക്ക് പെപ്റ്റിക് അൾസർ വരാം, വേറെ രോഗങ്ങൾ വരാം എന്നൊക്കെ ഞാൻ അത് പോയിന്റ്സ് എഴുതി വെച്ചിട്ട് പോലും ഉണ്ട്. അപ്പൊ മനസ്സിന്റെ ഭാവം നമ്മുടെ ശരീരത്തിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. രോഗത്തിനെയും ആരോഗ്യത്തിനെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചില വിദേശ യൂണിവേഴ്സിറ്റികളിലും സ്വദേശ യൂണിവേഴ്സിറ്റികളിലും ഒക്കെ റിസർച്ച് എന്നുള്ള നിലയ്ക്ക് പല ആൾക്കാരും എടുത്തു തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ആയുർവേദത്തിൽ വളരെയധികം മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ രാഗദ്വേഷങ്ങളാണ്, രാഗാതിരോഗാൻ എന്നാണ് തുടക്കം. ആയുർവേദത്തിൽ ആദ്യത്തെ ശ്ലോകം തുടങ്ങുന്നത്. രാഗം തുടങ്ങിയ രോഗങ്ങളെ ആരാണോ ശമിപ്പിക്കുന്നത് ആദ്യമായിട്ടുള്ള വൈദ്യൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നർത്ഥം. ആ ഈശ്വരനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ രാഗം തുടങ്ങിയ രോഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മനസ്സാണ് അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആയുർവേദത്തിനെ സംബന്ധിച്ചിടത്തോളം ആയുർവേദത്തില് ആരോഗ്യം ആണ് ഏറ്റവും പ്രധാനം, രോഗമല്ല പ്രധാനം. അതുപോലെ തന്നെ വ്യക്തിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ചികിത്സ എന്ന് പറയുന്നത് വ്യക്തി അധിഷ്ഠിതമാണ്. ലോകത്തിൽ 500 കോടി ആൾക്കാരുണ്ട്, 500 കോടി വ്യക്തിത്വമാണുള്ളത്. ഒരു കുടുംബത്തിൽ നമ്മൾ നോക്കിയാൽ തന്നെ ഒരമ്മയ്ക്ക് 10 മക്കളുണ്ട്. 10 മക്കളും ചില കാര്യങ്ങളിൽ സാദൃശ്യമുണ്ടെങ്കിലും പല കാര്യങ്ങളിലും വൈജാത്യം ഉണ്ടാവും, വ്യത്യസ്തത ഉണ്ടാവും. അപ്പൊ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് യുണീക്കാണ്. അപ്പൊ എത്ര വ്യക്തികള് ലോകത്തിലുണ്ടോ അത്രയും വ്യക്തിത്വം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ്
ആയുർവേദത്തിൽ കോമൺ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും വ്യക്തിയെ നോക്കി ആ വ്യക്തിയുടെ അവസ്ഥയെ നോക്കിയേ ചികിത്സിക്കാവൂ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് മറ്റു ശാസ്ത്രങ്ങളിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നമുക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ ഉടനെ വേദനയ്ക്കുള്ള വേദനാ സംഹാരി കഴിക്കുക എന്നുള്ളതാണ്. അത് ആരായാലും ശരി. അതിന്റെ ഡോസേജ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും എന്നല്ലാതെ ആ വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമ്പ്രദായം മറ്റു വൈദ്യശാസ്ത്രങ്ങളിൽ കുറവാണ്. ആയുർവേദത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ആയുർവേദത്തിലെ ചികിത്സ എന്ന് പറയുന്നത് ഒരു രോഗം വന്നാൽ ആ രോഗത്തിന് ഒരാൾക്ക് ഒരു മരുന്ന് കൊടുത്താൽ മറ്റേയാൾക്ക് അതന്നെ ആവണം നിർബന്ധമില്ല. ഇതൊരു പ്രത്യേകതയാണ്. ഇതുപോലെ പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ ഉണ്ടായതാണ്. മനുഷ്യൻ ഉണ്ടായത് ഈ പ്രകൃതിയിൽ നിന്നാണ്. അതിന്റെ കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. ഇപ്പോ ഞാൻ നോക്കിയപ്പോ ഈ നമ്മുടെ പഞ്ചഭൂത തിയറി ഉണ്ട്. ഈ തിയറിയൊക്കെ ഒരുപാട് ഫോറിനേഴ്സ് ഇപ്പോൾ പ്രത്യേകിച്ച് ജർമ്മനി പോലുള്ള രാജ്യങ്ങളൊക്കെ അവര് സ്റ്റഡി ചെയ്യുന്നുണ്ട്. അവരിൽ ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരത് വെച്ചിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ ഈ പഞ്ചഭൂത കൺസെപ്റ്റ് എന്ന് പറയും. 5 ഭൂതങ്ങളാണ് ഈ നമ്മുടെ പ്രപഞ്ചത്തിലുള്ളത്. അതിന്റെ കോമ്പിനേഷനാണ് ഇവിടെ ഉണ്ടായതല്ല. നമ്മൾ മൂലകങ്ങൾ എന്നൊക്കെ പറയണ പോലെ അങ്ങനെ വിചാരിച്ചാൽ മതി. അത് ഗുണത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതൊരു വ്യത്യാസമുണ്ട്. അപ്പോ ഇത് മോഡേൺ സയൻസും പൗരാണിക സയൻസും തമ്മിൽ ചേർത്ത് വെച്ച് റിസർച്ച് ചെയ്ത് നിഷ്പക്ഷമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രകൃതിയിൽ നിന്നും ഉണ്ടായ മനുഷ്യനോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കോ എന്തായാലും അതിനുണ്ടാകുന്ന രോഗങ്ങളെ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ദ്രവ്യങ്ങളെ കൊണ്ട് ചികിത്സിച്ചാൽ അതാണ് ശാസ്ത്രീയം, അതാണ് നാച്ചുറൽ എന്നാണ് ആയുർവേദത്തിന്റെ കൺസെപ്റ്റ്. അതിനൊരിക്കലും ഒരു ശാസ്ത്രജ്ഞനും ലോകത്തിൽ എത്ര വലിയ ആളായാലും നിഷേധിക്കാൻ പറ്റില്ല. അത് അനുഭവം തന്നെയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ പലപ്പോഴും ആയുർവേദം ഒരുപാട് അലോപ്പതി ഡോക്ടർമാര് പണ്ടൊക്കെ വളരെയധികം ശക്തമായിട്ട് അതിനെ പുച്ഛിച്ച് തള്ളിയിരുന്നു. ഇപ്പൊ വളരെ കുറവാണ്. റെഫർ ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു കാലമാണ്. ഞാൻ പറയാറുണ്ട് 2000 കൊല്ലോ ഒരുപക്ഷെ അതിനു മുൻപ് എഴുതപ്പെട്ട സുശ്രുത സംഹിത, ചരക സംഹിത പോലുള്ള ഗ്രന്ഥങ്ങൾ അതിലൊക്കെ എഴുതിയ, ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല എങ്കിലും ഞാൻ പറയണം, അതിൽ പറഞ്ഞ പല കാര്യങ്ങളും പല മരുന്നുകളും ഇപ്പോഴും വളരെ പ്രസക്തമാണ്. ഞാൻ വളരെ ഒരു ഉദാഹരണം പറയാം. അഭയ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് കടുക്ക എന്ന് നമ്മൾ പറയും. കടുക്ക എന്ന് പറയുന്നൊരു കുരുവാണ്. ഈ കടുക്ക നമുക്ക് ലാക്സേറ്റീവ് ആയിട്ട് എന്ന് പറഞ്ഞാൽ വയറ് ശോധന ഉണ്ടാവാൻ വളരെ നല്ലതാണ്. അഭയ എന്ന് പറഞ്ഞാൽ ഭയത്തോട് കൂടാതെ കഴിക്കാവുന്നതും അഭയം നൽകുന്നു എന്നൊക്കെ അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ആ പേര് വന്നത്. നമുക്ക് യാതൊരു, പണ്ട് പറയും അമ്മ ചിലപ്പോൾ കോപിച്ചേക്കാം, പക്ഷെ അകത്ത് ചെന്ന നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ചെന്ന കടുക്ക ഒരിക്കലും നമുക്ക് ദോഷത്തെ ഉണ്ടാക്കുന്നില്ല. അമ്മ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ കോപിച്ച് എന്തെങ്കിലും തല്ലിന്ന് വരാം, പക്ഷെ ഈ സാധനത്തിന് യാതൊരു ദോഷവും നമുക്ക് ഉണ്ടാക്കില്ല എന്ന് പറയും. തുടർച്ചയായിട്ട് കഴിക്കുന്നതിന് ചില എല്ലാത്തിനും ഉണ്ട്, അത് ചില സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും ഈ സാധനം, ഈ അഭയ എന്നല്ലെങ്കിൽ കടുക്ക എന്ന് പറയുന്ന സാധനം ടെർമിനേലിയ എന്നാണ് തോന്നുന്നത്. അപ്പൊ അത് ഒരു 2 or 3 കടുക്കെടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ അതിന്റെ പൊടി കഴിച്ചാൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ശോധന വളരെ ഭംഗിയായിട്ടുണ്ടാവും. ത്രിഫലയിലെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. പല ആൾക്കാരും അറിയുന്നുണ്ടാവും. ത്രിഫല പറഞ്ഞ 3 ഫലങ്ങളോട് കൂടിയതാണ്. കടുക്ക, നെല്ലിക്ക, താന്നിക്ക. ഈ 3 കൂടി ചേർന്ന ഒരു കോമ്പിനേഷനാണ് ത്രിഫല എന്ന് പറയുന്നത്. അത് പൗഡറായിട്ട് അവൈലബിൾ ആണ്, ലോകം മുഴുവൻ കിട്ടാനുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. ഇതിൽ ഈ കടുക്ക എന്ന് പറയുന്ന സാധനം 2000 കൊല്ലം മുൻപ് എഴുതി വെച്ചിരിക്കുകയാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് അനുസരിച്ച് അതിനനുസരിച്ച് ഡോസ് അനുസരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ വയറിളകും, ശോധന ഉണ്ടാവും, മലശോധന ഉണ്ടാവും എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ആയുർവേദത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ നിഷേധിക്കുന്ന ഒരു ഡോക്ടർ കഴിച്ചാലും അദ്ദേഹത്തിന് വയറിളകും. ഇതിൽ ഇല്ലാത്ത ആള്, ഇതിനെ നിഷേധിക്കുന്ന, ഇതിന് വിശ്വാസമില്ലാത്ത, പുച്ഛിക്കുന്ന, അവഗണിക്കുന്ന, അവജ്ഞയോടുകൂടി കാണുന്ന ഒരു ഡോക്ടർ ആവട്ടെ, ഒരു സയന്റിസ്റ്റ് ആവട്ടെ, അവര് കഴിച്ചാലും ഇതിന്റെ ആക്ഷൻ നടക്കും. അപ്പൊ അങ്ങനെ എത്രയോ ദ്രവ്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ 1 or 2 എണ്ണത്തിന് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. കാലത്തിനനുസരിച്ച് 2000 കൊല്ലത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഇതായില്ല ഇന്നത്തെ ഒരു പ്രകൃതിയുടെ നിലനിൽപ്പ്. അപ്പൊ അതുകൊണ്ട് അതിനുള്ള വ്യത്യാസം ഉണ്ടെങ്കിലും ഇപ്പോഴും യാതൊരു മാറ്റവും ഇല്ലാത്തതാണ് ഒരുപാട് മരുന്നുകൾ. അപ്പൊ ഇത് നമ്മൾ അങ്ങനെ പുസ്തകത്തിൽ വേറൊരാൾക്ക് ഒരു ദോഷം വരരുത്, എല്ലാം ഗുണം ഉണ്ടാവണം എന്ന് വിചാരിച്ച് എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സീരിയസ് ആയിട്ട് അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള യോഗങ്ങളെ കുറിച്ചും പഠിക്കണം. അപ്പൊ ഇത് വളരെ ശാസ്ത്രീയമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത കാര്യം. അപ്പൊ ഇത്തരം ഹെർബൽ ആയിട്ടുള്ള മെഡിസിൻസ് ആണ് മെയിനായിട്ട്, പ്രധാനമായിട്ട് നമ്മുടെ ഈ ആയുർവേദത്തിൽ പറയുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് ആയുർവേദത്തിന്റെ ശാസ്ത്രീയത തന്നെയാണ്.
ഇപ്പോ ലോകത്തിലെ പല രാജ്യങ്ങളും ഇപ്പോ ആയുർവേദത്തെ ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ആയിട്ട് അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ചില രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ അല്ലെങ്കിൽ ചില ലോബികളുടെ നിയന്ത്രണം കൊണ്ട് മാത്രമാണ് മറ്റു രാജ്യങ്ങളിൽ, ഈവൻ നിങ്ങളുടെ രാജ്യം പോലുള്ള പല രാജ്യങ്ങളിലും ഇതിന് ഒരു നിയന്ത്രണം ഉണ്ടാകുന്നത്. ഒരു ശാസ്ത്രീയമല്ല, അല്ലെങ്കിൽ അതിന് സ്റ്റാൻഡർഡൈസ്ഡ് അല്ല, മോഡേൺ സയൻസ് പ്രകാരം ഇതൊരു അപ്രൂവ്ഡ് സയൻസ് അല്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ മാറ്റി നിർത്താൻ തന്നെ കാരണം അതിന്റെ ലോബിയിങ് ആണ്. ലോബിയിങ് കൊണ്ട് തന്നെയാണ്. അതല്ലെങ്കിൽ ഇത്രയും ഇപ്പൊ ഈ അടുത്തൊരു 100-200 കൊല്ലം മുൻപ് വരെ ഇന്ത്യയും ഇന്ത്യയോട് ബന്ധപ്പെട്ടുള്ള രാജ്യങ്ങളിലും ഒക്കെ, ഇവിടെ മാത്രമൊന്നുമല്ല കേട്ടോ, ഞാൻ പറയണമെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലും അതുപോലെ മെക്സിക്കോ പോലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഹെർബൽ ആയിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട്, ഗൾഫ് കൺട്രീസിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഇതല്ല, ഇതിന് സമാനമായിട്ടുള്ള പാരലൽ ആയിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പൊ ഇത്രയും കാലം 1000-2000 കൊല്ലം നമ്മുടെ പൂർവ പിതാക്കന്മാര്, നമ്മുടെ കാരണവന്മാര് ഉപയോഗിച്ചിരുന്ന ഈ മരുന്നുകളെ ഇത്രയും ദോഷകരമാണ്, യാതൊരു ഫലവും ഇല്ല വെച്ചാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്? അപ്പൊ യാതൊരു സംശയമില്ല, അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ വിജ്ഞാനം അനുസരിച്ച് അതിനെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ആയുർവേദത്തിൽ ഒരു ശാസ്ത്രീയത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് യാതൊരു സംശയവും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. അത് അത്രയും ഭംഗിയായിട്ടാണ് ഈ കാര്യങ്ങൾ ആയുർവേദത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് ഞാൻ എൻ്റെ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിരുന്ന വിഷയം, ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിന്റെ സ്വഭാവത്തിന്റെ രൂപീകരണത്തിൽ ആയുർവേദത്തിൽ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ചിട്ടയായിട്ട് നല്ല പോസിറ്റീവായിട്ടുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അത് ഏത് സിസ്റ്റത്തിലുള്ള മരുന്നുകളായാലും അതിന് നമ്മൾ ഗുണം ഉണ്ടാവും എന്നുള്ള യാതൊരു സംശയമില്ല. അതേസമയം നമുക്ക് ഉത്കണ്ഠയോ അല്ലെങ്കിൽ മൂഡ് ചേഞ്ചോ വിഷമങ്ങളോ ഉള്ള ഒരു സന്ദർഭത്തിൽ ഒരു മരുന്ന് കഴിച്ചാൽ അതിന്റെ ഫലം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള സ്വാധീനം ഉണ്ടെന്നുള്ളതാണ് അതൊരു പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബിഹേവിയർ ആയിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതൊക്കെ വളരെയധികം ആവശ്യമാണ്. ഇത് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൈക്യാട്രിക് ആയിട്ടുള്ള ചികിത്സകളും സ്ട്രെസ് മാനേജ്മെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയുർവേദത്തിൽ വളരെയധികം ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മളൊക്കെ ഒരു തെറ്റിദ്ധരിച്ച് ഉപയോഗിക്കുന്ന ഒരു പദമാണ് പാപം. ആയുർവേദത്തില് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് പറയാണ്, ആയുർവേദത്തില് പാപത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പാപം ചെയ്യാൻ പാടില്ല എന്നല്ല, എല്ലാ മത ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് പാപം ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് പറയാലോ, അതിപ്പം ഭഗവത്ഗീതയിലായാലും മറ്റേ ബൈബിളിലായാലും ഖുറാനിലായാലും എവിടെയൊക്കെ പറയുന്നുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യൂ, പാപം ചെയ്യാൻ പാടില്ല. അപ്പൊ എന്താ പാപം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മറ്റേ നമ്മുടെ ഇവിടുത്തെ ഇതിഹാസത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇതിഹാസമായിട്ടുള്ള മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട്, പരോപകാര പുണ്യായ പാപായ പരപീഡനം. ഇത്രയും ചെറിയ ഒരു ഡെഫിനിഷൻ പാപത്തിന് കൊടുക്കാനില്ല. പുണ്യം എന്ന് പറയുന്നത് പരോപകാരമാണ്, പാപം എന്ന് പറയുന്നത് പരപീഡനമാണ്, ബാക്കിയുള്ളവരെ വിഷമിപ്പിക്കുക. അതിനെക്കുറിച്ച് ഈ പാപത്തെക്കുറിച്ച് ആയുർവേദത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുന്നു. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അത് വളരെ പ്രസക്തമാണ്, എല്ലാ കാലത്തും പ്രസക്തമാണ്. അപ്പൊ പരപീഡനം, മറ്റുള്ളവരെ മനസാ വാചാ കർമ്മണ, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ പീഡിപ്പിക്കുക, വിഷമിപ്പിക്കുക, ഇൻസൾട്ട് ചെയ്യുക, ഹരാസ് ചെയ്യുക, അത് ഏത് തരത്തിൽ വേണമെങ്കിൽ ആവാം. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, വിശദമായിട്ട് പറയാം. ഇതാണ് പാപം എന്ന് പറയുന്നത്. ഇത്തരം പാപങ്ങൾ ചെയ്താൽ വളരെ കുറേശ്ശെയായിട്ട് ഒരു മനുഷ്യന് രോഗം, ശാരീരികമായ, മാനസികമായ രോഗം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോടുകൂടിയ നമുക്ക് പ്രസിദ്ധരായിട്ടുള്ള, ഞാൻ ക്യാൻസറിന്റെ കാര്യത്തിൽ പറഞ്ഞതാണ്, ക്യാൻസർ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതാണ്, ക്യാൻസറിനെ അതിജീവിക്കാൻ പറ്റിയത് അവരുടെ വിൽ പവർ കൊണ്ടും ശുഭപ്രതീക്ഷ കൊണ്ടും മാത്രമാണ്. അല്ല, അതും കൂടി ഉണ്ട്. ചികിത്സ വേണം, ചികിത്സ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു, ചികിത്സയോടുകൂടി അതും കൂടി ഉണ്ടായത് കൊണ്ടാണ് അത് പല പ്രഗത്ഭരായിട്ടുള്ള സിനിമാ താരങ്ങളൊക്കെ പുസ്തകം എഴുതിയിട്ട് പോലും ഉണ്ട്. അപ്പൊ അതിലൊക്കെ അത് പറയുന്നുണ്ട്. അപ്പൊ ഈ
പലതരത്തിലുള്ള മറ്റ് ഇതര ജീവജാലങ്ങളെ, മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെയും ഒക്കെ നമ്മൾ പീഡിപ്പിക്കുക, അതാണ് പാപം. അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ അങ്ങനെ പറയുമ്പോൾ 10 വിധത്തിലുള്ള പാപങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ ചുരുക്കി ഒന്ന് പറയാം. കഴിഞ്ഞ ദിവസം രാഗദ്വേഷം പറഞ്ഞ പോലെ, രാഗം ദ്വേഷം മതം മത്സരം എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിലൊരു 10 എണ്ണം പറയുന്നുണ്ട്. അത് ശാരീരികവും മാനസികവും മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും വാക്കുകൊണ്ടും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ മനസ്സാ വാചാ കർമ്മ, ഇത് 3 തരത്തിലാണ് ഈ 10 എണ്ണത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഹിംസ എന്ന് പറയുന്നതാണ്. ഹിംസ എന്ന് പറയുമ്പോൾ നമ്മൾ കൊല്ലുക മാത്രമല്ല, നശിപ്പിക്കുക എന്നാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം. നശിപ്പിക്കുക അതും പലതരത്തിലുണ്ട്. ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നത് ഹിംസയാണ്. അതുപോലെ തന്നെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അയാളെ ഒരു വേറെ വ്യക്തിക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ എന്ത് പ്രവർത്തിച്ചാലും അതിനെ ഹിംസയായിട്ടാണ് പറയുന്നത്. പഴയ നമ്മുടെ കാരണവന്മാരൊക്കെ, അത് ഏത് ജാതിയിൽ ഏത് മതത്തിലും പെട്ട ആൾക്കാരായിക്കോട്ടെ, അവർക്ക് ഒരു കാരുണ്യവും മറ്റുള്ള ജീവജാലങ്ങളോടും മനുഷ്യനോടും ഒക്കെ ഒരു സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ പോയിട്ടുണ്ട്. ഇന്ന് ഈ നമ്മളെ സ്വാർത്ഥത കൂടുതലായതുകൊണ്ട് നമുക്ക് വേറെ എന്ത് വന്നാലും വേണ്ടില്ല. അതാണല്ലോ നമ്മളിപ്പോൾ കാണുന്നത്. വേറെ ഒരു വീട്ടിൽ പോയിട്ട് ഒരാളെ, അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയോ 90 വയസ്സായിട്ടുള്ള ആൾക്കാരോ അവരെ തല്ലിക്കൊന്നിട്ടാണ് 50 പവനും 100 പവനും കൊണ്ടുപോകുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? വേറൊരാളെ ജീവൻ പോയാലും വേണ്ടില്ല, നമുക്ക് സുഖിക്കണം, നമ്മുടെ സുഖം മാത്രമാണ് പ്രധാനം. ആ സ്വാർത്ഥത വളരെ കൂടിയതുകൊണ്ടാണ്. അപ്പൊ അതിലാണ് ഏറ്റവും ആദ്യത്തെ പറയുന്നത് ഹിംസ. അപ്പൊ ഈ ഹിംസ ഇല്ലാതിരിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് ഒരർത്ഥത്തിൽ ആലോചിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ കാരണം എന്നെയോ എൻ്റെ കുടുംബാംഗങ്ങളെയോ ആരെങ്കിലും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ വിഷമിപ്പിക്കുകയോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ചെയ്താൽ ഞങ്ങൾക്ക് വിഷമുണ്ടാവും. എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും വിഷമുണ്ടാവും. അതുപോലെ തന്നെയാണ് ഞാൻ വേറൊരാളെ ചെയ്താലും എന്ന് ആലോചിച്ചാൽ തന്നെ വളരെ സിമ്പിളാണ്. അത് ആലോചിക്കാൻ ഇത്ര വലിയ ബുദ്ധിയൊന്നും വേണ്ട. അപ്പൊ എന്നോട് ഒരാൾ ചെയ്യുമ്പോൾ എനിക്ക് വിഷമുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് ഞാൻ അതേ കാര്യം വേറൊരാളോട് ചെയ്യുമ്പോഴും ഉണ്ടാവുക. അത് അയാൾക്ക് വിഷമുണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്നത് ശരിയല്ല. ഇതാണ് മതഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്. അതൊക്കെ നമ്മൾ വായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ കേൾക്കും, ഒരു ചെവി കൂടെ കേട്ടിട്ട് ഇപ്പുറത്തു കൂടെ വിടും. നമ്മളെ സ്പർശിക്കുന്നില്ല. നമ്മുടെ ഇന്ദ്രിയ സുഖം എന്ന് പറയും. നമുക്ക് ഭൗതികമായിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള സുഖങ്ങൾ മാത്രം മതി എന്നുള്ള ഒരു ചിന്താഗതി വന്നതോടു കൂടിയാണ് ഇതിനൊക്കെ ഒരു പ്രശ്നം ആയത്. അപ്പൊ ഇത് നമ്മളിപ്പോ പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ, ഏത് ഗ്രന്ഥങ്ങളിലായാലും പറഞ്ഞിട്ടുണ്ട്. വേദത്തിലൊക്കെ നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മാമാ ഹിംസി. മാ എന്ന് പറഞ്ഞാൽ അരുത് എന്നർത്ഥം. മാമാ ഹിംസി, ഒരിക്കലും നിങ്ങൾ ബാക്കിയുള്ളവരെ ഹിംസിക്കരുത്. അതൊക്കെ ഒരുപാട് ദിക്കിൽ പറയുന്നുണ്ട്. ചെടികളെ മുറിക്കുമ്പോൾ, ഞാൻ ഇടയ്ക്ക് ഒരു ക്ലാസ്സിൽ പറഞ്ഞു എന്ന് എൻ്റെ ഒരു ഓർമ്മ, ചെടികളെയൊക്കെ മുറിക്കുമ്പോൾ കത്തിയോട് പറയണം, നീ അതിനെ അധികം വേദനിപ്പിക്കരുത് എന്ന് പറയുന്ന മന്ത്രങ്ങൾ ധാരാളമുണ്ട്. യാഗത്തിലൊക്കെ അത് പ്രയോഗിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞു എന്ന് എൻ്റെ ഓർമ്മ. അത് ഇപ്പൊ അന്ന് ഇല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഞാൻ ചുരുക്കി പറയത്രേ ഉള്ളൂ. അതിൽ ചെയ്യുന്ന കർമ്മി, ആ ചെയ്യുന്ന ആള് പിച്ചാത്തിയോട് പറയുന്നതാണ്, ഇതിനെ നീ അധികം വേദനിപ്പിക്കരുത്. ഈ പുല്ല്, ദർഭപ്പുല്ല്, പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ദർഭപ്പുല്ല്, ചമത പോലുള്ള സാധനങ്ങളുണ്ട്. ചില പ്രത്യേക പുല്ലുകളൊക്കെ ഉപയോഗിക്കണം ഇതിനൊക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ, അതുപോലെ പുഷ്പം വരക്കുമ്പോൾ അതിനെ കൂടുതൽ വിഷമിപ്പിക്കരുത് എന്നുള്ള അർത്ഥത്തിലുള്ള മന്ത്രങ്ങള്, സ്വധിതേമൈനം ഹിംസീന്ന് പിശാനത്തിയോട് പറയണം. പിശാനത്തി, നീ ഈ പുല്ലിനെയും ചമതയൊന്നും വേദനിപ്പിക്കരുത് കേട്ടോ. അപ്പൊ ആ മനുഷ്യന്റെ ആ ഒരു അന്നത്തെ ഒരു സാത്വികമായ ഭാവം അത് ഇന്ന് കൈമോശം വന്നുപോയി. അതാണ് ഇത്രയും രോഗങ്ങൾ വരാൻ ഒരു കാരണം. പിന്നെ നമ്മുടെ അപഥ്യമായിട്ടുള്ള ആചരണം, അത് ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞാണ്. പ്രമേഹം ഒക്കെ എടുത്തപ്പോൾ 2-3 ക്ലാസ്സിൽ ഞാൻ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഭക്ഷണം നമ്മൾ ഈ സ്വാദ് മാത്രം നോക്കി, നമ്മുടെ സുഖം മാത്രം നോക്കി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറെയൊക്കെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. ഇപ്പൊ ഈ ഹിംസയുടെ കാര്യത്തില് എനിക്ക് തോന്നുന്നത് ഹിന്ദുമതത്തിൽ പറയുന്നുണ്ട്, മറ്റു മതങ്ങളിലൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും അധികം ബുദ്ധമതത്തിലും ജൈനമതത്തിലൊക്കെ പറയുന്നത്. അവരൊക്കെ അതിന്റെ എക്സ്ട്രീമായി പറഞ്ഞ് ജീവിക്കാൻ തന്നെ വിഷമാവോ എന്നുള്ള രീതിയിലാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ബുദ്ധമതത്തിലാണെങ്കിലും അഹിംസാ സിദ്ധാന്തമൊക്കെ അവിടെ വളരെ പ്രസിദ്ധമാണല്ലോ, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ജൈനമതത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് പണ്ട് തന്നെ, ഇപ്പൊ നമ്മള് ലോകം മുഴുവൻ കാണുന്ന മാസ്ക് ഞാനൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലെ പോയി കഴിഞ്ഞാൽ ജൈന സന്യാസിമാരെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ചിത്രത്തിൽ കണ്ടിട്ടുണ്ടാവും. മാസ്ക് കെട്ടിയിട്ടാണ് എല്ലാ സമയവും അവര്
ജീവിക്കുക. അവര് നിർബന്ധമാണത്. നമ്മൾ തുണി ഉടുക്കുന്നത് പോലെ നിർബന്ധമാണ്. അവര് വായ മൂടിക്കിട്ടും. അവർ പറയണ ന്യായം എന്താ വെച്ചാൽ നമ്മൾ കാണാൻ പറ്റാത്ത ചെറിയ ചെറിയ ജീവികള്, ഈ പറഞ്ഞ പോലെ ബാക്ടീരിയ, ഫംഗസ് അല്ലെങ്കിൽ വൈറസ് എന്നൊക്കെ പറയണ പോലെ ജീവികള് ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിനെ ഞാൻ അറിയാതെ അകത്തേക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മാസ്ക് എത്രയോ കാലമായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് ജൈന ആചാര്യന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ. അത് അവരുടെ പ്രിൻസിപ്പിൾ ഇതാണ്. അത് പക്ഷേ ഇപ്പൊ നമ്മള് ഒരു ആരോഗ്യത്തിന്റെ അവശ്യ ഘടകമായി ലോകത്തിലെ നൂറുകണക്കിന് കോടി ജനങ്ങൾ മുഴുവൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അന്ന് ഇത്രയൊന്നും അത് കണ്ടിട്ടൊന്നും ആവില്ല അവർ പറഞ്ഞത്. പക്ഷെ അതിലൊരു ശാസ്ത്രീയത ഉണ്ടെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഇതുപോലെ തന്നെ അവർ നടക്കുമ്പോൾ ഓരോ പദം വെച്ച്, ഞാനത് ഇപ്പൊ അടുത്തിടെ എൻ്റെ ഒരു പേഷ്യന്റ് വന്നപ്പോൾ അവരോട് സംസാരിച്ചു. അവരൊരു ജൈനന്റെ ഒരു വൈഫാണ്. അപ്പൊ അവര് പറഞ്ഞപ്പോ എനിക്ക് പുതിയ പല അറിവുകളും കിട്ടിയതെന്താ വെച്ചാൽ, അവര് ഈ ജൈനന്മാരുടെ ആചാര്യന്മാര് അല്ലെങ്കിൽ അവരുടെ സന്യാസിമാരോ അവര് പുരോഹിതന്മാരോ ഒക്കെ ഉള്ള അവരുടെ ലീഡേഴ്സ്, റിലീജിയസ് ലീഡേഴ്സ് നടക്കുമ്പോൾ അവരുടെ ശിഷ്യന്മാരെ അവരുടെ മുമ്പില് ചൂലുകൊണ്ട് അടിച്ചടിച്ചിട്ടാ പോവുക നടക്കുമ്പോൾ. ഇപ്പൊ ഇവിടുന്ന് ജംഗ്ഷനിലേക്ക് ഒരു 100 മീറ്റർ ഉണ്ട്. അങ്ങോട്ട് നടന്നു പോകണമെങ്കിൽ, ആശ്രമത്തിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണം, വണ്ടിയുടെ അടുത്തേക്ക് പോകണമെങ്കിൽ ഫ്രണ്ടിലെ ഒരു ആചാരമായിട്ട് നിർബന്ധമായിട്ട് വെച്ചിരിക്കുകയാണത്. നമ്മുടെ ചൂലുണ്ടല്ലോ, ഈ ചൂല് എടുത്തിട്ട് 1-2 പേര് ഫ്രണ്ടിൽ ഇങ്ങനെ അടിച്ചടിച്ച് വൃത്തിയാക്കി പോകും. അത് കൂടെയാണ് ഇവർ നടക്കുക. അപ്പൊ അവര് പറയണതെന്ന് വെച്ചാൽ അവിടെ ഉറുമ്പും അതുപോലെയുള്ള ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും. നമ്മൾ ചവിട്ടുമ്പോൾ അതിന് ജീവഹാനി വരും, അല്ലെങ്കിൽ അംഗവൈകല്യം വരും. അത് വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അവർ നിർബന്ധമായിട്ട് പണ്ട് മുതലേ ഉള്ളതാണ്, ഇന്ന് തുടങ്ങിയെന്നല്ല അത്. അപ്പോ എത്ര ഉദാത്തമായ, എത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അതുപോലെയുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നത്. അതൊക്കെ ഇപ്പോ കുറവായി പോയി. കാരണം അതുപോലെയുള്ള എന്താ പറയാ മഹത്തായ മത ചിന്താഗതി ഉള്ള ആൾക്കാരൊക്കെ കുറഞ്ഞു പോയി. ജൈനമതവും ബുദ്ധമതമൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരെയൊക്കെ നമ്മൾ ആദരിക്കേണ്ടതാണ്. അപ്പൊ ഇതുപോലുള്ള ഹിംസയ്ക്ക് വളരെയധികം പ്രാധാന്യം ആരോഗ്യത്തിലുണ്ട്. അപ്പൊ ആരോഗ്യം ഇല്ലാതെയാകാനും രോഗം ഉണ്ടാവാനും ഹിംസ വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. ആ വിഷയം തന്നെ നമുക്ക് ഒരു ദിവസത്തെ ചർച്ചയ്ക്ക് എടുക്കാവുന്നതാണ്. അത് അവിടെ നിൽക്കട്ടെ. കാരണം ഇതൊക്കെ അധികം ആൾക്കാർക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ഒന്നും ആണെന്ന് തോന്നുന്നില്ല. നമ്മൾ ഫിലോസഫി പറയാനോ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ തന്നെ കോട്ടുവായിടാൻ തുടങ്ങും. അങ്ങനെയാണ് പൊതുവേ ഉള്ള ഒരു ട്രെൻഡ്. എന്നാലും നമുക്ക് ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഹിംസയെക്കുറിച്ച് ഈ 10 വിധ പാപത്തിൽ ഒരു പാപമാണ് ഹിംസ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പറയുന്നത് സ്തേയം. സ്തേയം എന്ന് പറഞ്ഞാൽ മോഷണം എന്നർത്ഥം. അതൊരു പാപമാണ്. നിങ്ങൾക്കറിയാലോ, ബൈബിളിലൊക്കെ ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ അഷ്ടാംഗഹൃദയവും അതുപോലെ ചരക സംഹിത പോലുള്ള പുസ്തകങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ. BC-യിൽ എഴുതിയതാണ് സുശ്രുത സംഹിതയൊക്കെ. അതിലൊക്കെ എത്ര ചാപ്റ്ററാണെന്നറിയോ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. പണ്ട് മുതലേ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഒക്കെ അനുവർത്തിക്കുന്നതാണ് ഇതുപോലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ. ശാസ്ത്രീയമാണെന്നുള്ളത് യാതൊരു സംശയമില്ല. നമ്മളത് വെറുതെ അത് എതിർക്കണത്. അപ്പൊ ഈ സ്തേയം എന്ന് പറഞ്ഞാൽ മോഷണം നടത്തും. മോഷണം അടുത്തൊരു പാപമാണ്. അവിടെയും വരുന്നത് എന്താ വെച്ചാൽ വേറൊരാൾക്ക് അതൊരു വിഷമം ഉണ്ടാവുക എന്നുള്ളതാണ്. സ്വാർത്ഥത കൊണ്ടാണ് അത് മോഷണം വരുന്നത്. അപ്പൊ ആ മോഷണം ഒരു പാപമാണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ്. പിന്നത്തെ ഹിംസാസ്തേയം. അന്യഥാകാമം. അന്യഥാകാമം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വ്യഭിചാരം. വ്യഭിചാരം ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അതൊരു പാപമാണ്. അത് കായവാങ് മാനസൈസ്ഥിതിയിൽ ഇതെല്ലാം നമ്മൾ 100% വർജിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അന്യഥാകാമം, വ്യഭിചാരം നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. ഇതന്നെയല്ലേ നമ്മൾ മറ്റു മതഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്. പിന്നെ വേറെ അടുത്തത് പറയുന്നത് വാക്കുകൊണ്ട് പറയുന്നത്. ഇതൊക്കെ ശരീരം കൊണ്ട് വരുന്ന ഇതാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെ വാക്കുകൊണ്ട് ഒരു 4 എണ്ണം പറയുന്നുണ്ട്. അത് പൈശൂന്യം എന്ന് പറഞ്ഞാൽ പരദൂഷണം. പരദൂഷണം ഒരിക്കലും പറയാൻ പാടില്ല, അതൊരു പാപമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നിസ്സാര തോന്നും. പക്ഷെ ഇതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പരദൂഷണം സ്ഥിരമായിട്ട് ശീലമാക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു മഹാരോഗം ഉണ്ടാവും. ഇത്തരം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇനി പറയാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് അനുഷ്ഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമോ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു മഹാരോഗം ഇല്ലാതിരിക്കില്ല. കാരണം അത് അത്രയും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് നെഗറ്റീവായിട്ട്. അപ്പോൾ പൈശൂന്യം അഥവാ പരദൂഷണം എന്ന് പറയുന്നത് നമ്മളെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. അത് ഒഴിവാക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പറഞ്ഞ് പുച്ഛിച്ചു തള്ളാനോ അവജ്ഞയോടുകൂടി കേൾക്കാനുള്ളതല്ല.
ഇതൊക്കെ അനുവർത്തിക്കുകയാണെങ്കിൽ ഭൂമി സ്വർഗമാവും. പണ്ട് ഏതൊരു പാട്ടിൽ പറഞ്ഞ പോലെ സ്വർഗം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നരകം എന്ന് പറഞ്ഞാൽ വേറെ എവിടെയല്ല. സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെയാണ്, നമ്മൾ ഉണ്ടാക്കണതാണ്. അപ്പൊ എനിക്ക് സന്തോഷം കിട്ടുന്നതൊക്കെ വേറെ ആൾക്കും സന്തോഷം കിട്ടുന്നതാണ് എന്ന് വിചാരിച്ചാൽ തന്നെ നമ്മൾ വേറൊരാളെ ഉപദ്രവിക്കാതിരിക്കും, കഴിയുന്നതും വേറൊരാളെ സഹായിക്കാൻ മെനക്കെടുകയും ചെയ്യും, അല്ലെങ്കിൽ തയ്യാറാവുകയും ചെയ്യും. അപ്പൊ ഈ പരദൂഷണം പോലുള്ള കാര്യങ്ങൾ നിസ്സാരമായിട്ടുള്ള നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് യാതൊരു ഫലവും കിട്ടുന്നില്ല, താൽക്കാലികമായിട്ടുള്ള ലാഭമാണ് അല്ലെങ്കിൽ ഒരു സുഖമാണ് കിട്ടുന്നത്. അത് വേറൊരാൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കും. ചിലപ്പോൾ ചില ആൾക്കാരുടെ ജീവന് പോലും ഒരു ഭീഷണിയാവുന്ന രീതിയിലാണ് പരദൂഷണമൊക്കെ പറഞ്ഞു വരുന്നത്. നമുക്കറിയാലോ, പലതും പേപ്പറിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ പൈശൂന്യം, പരദൂഷണം എന്നുള്ളത് ഒഴിവാക്കണം. അതുപോലെ തന്നെ പരുഷമായ വാക്കുകൾ പറയുക. പരദൂഷണം ഒരു തരം പരുഷമായ വാക്കുകൾ, കഠിനമായ വാക്കുകൾ, വേറൊരാളുടെ മനസ്സിനെ കൊള്ളുന്ന വാക്കുകൾ, അത് ഒഴിവാക്കണം. ഇതൊക്കെ വാക്കുകൊണ്ടുണ്ടാവുന്ന പാപങ്ങളാണ് പറയുന്നത്. അതാണ് പാപമാണ് ഇതൊക്കെ. പിന്നെ അതുപോലെ സംഭിന്നാലാപം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സംഭിന്നാലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അസംബന്ധമായിട്ടുള്ള, അത് മൂന്നാമത്തെ. നാലാമത്തെ ഞാനിപ്പോൾ ഇടയിൽ പറയാൻ തുടങ്ങിയത് അനൃതം. അനൃതം എന്ന് പറഞ്ഞാൽ അസത്യമായിട്ടുള്ള കാര്യങ്ങൾ, സത്യമല്ലാത്ത കാര്യങ്ങൾ, അത് പറയുന്നത്, അസത്യം പറയുന്നത് ഒരു പാപമാണ്. നമുക്കറിയാലോ, ഈ പറഞ്ഞത് പലതും നമ്മള് ബൈബിളിലൊക്കെ പറയുന്നതല്ലേ, നിങ്ങൾക്കൊക്കെ അറിയാലോ. ബൈബിൾ വായിച്ച ആൾക്കാരല്ലേ ഇതിൽ പല ആൾക്കാരും. ഗീതയിൽ പറയുന്നുണ്ട്, ഖുറാനിൽ പറയുന്നുണ്ട്. ഇത് എത്ര നല്ല പുസ്തകങ്ങളാണ്. നമ്മളത് പക്ഷെ അതിലൊരു 10% പോലും നമ്മൾ ഫോളോ ചെയ്യാണ്, അനുവർത്തിക്കുകയാണ്, അനുഷ്ഠിക്കുകയാണെങ്കിൽ ലോകം സുന്ദരമായിട്ട് മാറും. അതില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണത്. ഞാൻ ഉൾപ്പെടുന്ന സമൂഹമാണ് പറയുന്നത്, ഞാനൊരു ദിവ്യനായതല്ല ഞാൻ പറയുന്നത്. നമ്മളും ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷെ കുറേശ്ശൊക്കെ വ്യത്യാസം വരുത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെന്നുള്ളൊരു സത്യമാണ്. അപ്പൊ അനൃതം എന്ന് പറഞ്ഞാൽ അസത്യം. പിന്നെ സംഭിന്നാലാപം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഇതൊക്കെ വാക്കുകൊണ്ടുണ്ടാവുന്ന പാപങ്ങളാണ്. പിന്നെ മാനസികമായിട്ടുള്ള ഒരു 3 പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് വ്യാപാദം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. വ്യാപാദം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ദ്രോഹ വിചാരം. വേറൊരാളെ ദ്രോഹിക്കണം എന്ന വിചാരം ചില ആൾക്കാർക്ക് ഉണ്ടത്. നമ്മളതൊക്കെ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുമായിരിക്കും. ഇതൊക്കെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കേട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ജീവിതം നമ്മൾ ഒരു ഭാഗം, വൺ സൈഡ് അല്ല, 2 സൈഡും നമ്മൾ കാണുന്നതാണ്. ഇതൊക്കെ അത്ര നിസ്സാരമായിട്ട് വിചാരിക്കരുത്. ഇപ്പൊ വ്യാപാദം എന്ന് പറയുന്നത് ദ്രോഹവിചാരമാണ്. ദ്രോഹവിചാരം ഇല്ലാത്ത ആൾക്കാരുടെ മനസ്സിന് വളരെയധികം ശാന്തി സമാധാനം ഉണ്ടാവും, യാതൊരു സംശയമില്ല. നമുക്കൊക്കെ ആലോചിക്കുമ്പോൾ ഒരു 10 കൊല്ലം മുമ്പേ അല്ലെങ്കിൽ 15 കൊല്ലം മുമ്പേ നമ്മളൊക്കെ ഇത്രയൊക്കെ മോശമായിട്ട് നമ്മൾ ചിന്തിച്ചിരുന്നുവല്ലോ എന്ന് തോന്നുന്നുണ്ട് പലപ്പോഴും. അത് നിങ്ങൾക്കും എല്ലാവർക്കും തോന്നും, എനിക്കും തോന്നാറുണ്ട് പലപ്പോഴും. ഇങ്ങനെയൊന്നും അത് പലപ്പോഴും പറയാറില്ല. അവിടെ ഒരു ഇരുത്തം വന്നു. പണ്ട് ഇരുത്തമില്ലാത്തതുകൊണ്ട് ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഇതുപോലെ ദ്രോഹ വിചാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായി, ഇൻസൾട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ. അതുപോലെ തന്നെ അഭിധ്യ, പിന്നെ അടുത്താണ് അഭിധ്യ. അത് മറ്റുള്ള ആൾക്കാർ കയ്യിലുള്ള ദ്രവ്യം അല്ലെങ്കിൽ സമ്പത്തിനെ നമ്മൾ ആഗ്രഹിക്കുക. അത് ഈ മോഷണവുമായിട്ട് വ്യത്യാസമുണ്ട്. ഒന്ന് ശാരീരികമായിട്ടുള്ളതാണോ, മറ്റത് മാനസികമായിട്ടുള്ളതാണ്. ഇങ്ങനെ ചിന്താഗതി ഉണ്ടായാലാണ് പിന്നെ മോഷണം വരുന്നത്. അപ്പൊ അഭിധ്യ അല്ലെങ്കിൽ പരദ്രോഹ വിചാരം എന്ന് പറയുന്നത് വളരെയധികം നമ്മളെ മനസ്സിനെ ബാധിക്കുന്നതാണ്, നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ്. അതുപോലെ ഒരു അവസാനത്തെ ഒരു കാര്യം പറയുന്നത് ദൃഗ്വിപര്യം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ദൃഗ്വിപര്യം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന് അല്ലെങ്കിൽ നമ്മള് ആചരിച്ചു വരുന്ന ചില പ്രമാണങ്ങളുണ്ടല്ലോ, ഈ പ്രമാണങ്ങൾക്ക് അല്ലെങ്കിൽ ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള വിചാരം. അപ്പൊ ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള വിചാരങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പാപമായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ 10 വിധം പാപങ്ങൾ ത്യജിക്കണം എന്നാണ് പറയുന്നത്. ഇതിൽ നമ്മൾ ഈ 10 ഒരു 4 നമ്മൾ ത്യജിച്ചാൽ തന്നെ നമ്മൾ വലിയ മഹാത്മാവായി. കാരണം അത്രയും ദോഷം നമുക്കും സമൂഹത്തിനും ഉണ്ടാക്കുന്ന കാര്യങ്ങളായി ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഭൂമി സ്വർഗമാക്കാൻ യാതൊരു വിഷമവുമില്ല, നമ്മൾ വിചാരിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ തിരിച്ചാ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അവിടെ പറയുന്നില്ല, ധർമ്മത്തിന്റെ പ്രസക്തി അവിടെ പറയുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിട്ട്, എന്തൊരു ബേസിക് ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയൊരു ശ്ലോകം ഞാൻ പറയാം. സുഖാർത്ഥ സർവഭൂതാനാം മതാ സർവാ പ്രവൃത്തയ. എല്ലാ ജീവജാലങ്ങളും, മനുഷ്യന് മാത്രമല്ല, സർവഭൂതാനാം, സർവഭൂതം എന്ന് പറഞ്ഞാൽ ജീവികളെന്നർത്ഥം. എല്ലാ ജീവികളും ചെയ്യുന്നതൊക്കെ അവനവന്റെ സുഖത്തിന് വേണ്ടിയാണ്. സുഖാർത്ഥ സർവഭൂതാനാം മതാ സർവാ പ്രവൃത്തയ. പ്രവൃത്തികളെല്ലാം അവനവന്റെ, ഞാൻ ചെയ്യുന്നതൊക്കെ
ആത്യന്തികമായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്കോ ഞാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്കോ സുഖം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു അത് സ്വാഭാവികമാണ്. അത് പറയുന്നുണ്ട് അതില്. അതൊരു പ്രകൃതിയുടെ നിശ്ചയമാണ്, നമുക്കത് മാറ്റാനൊന്നും പറ്റില്ല, അത് സ്വഭാവമാണ്. അവിടെ സുഖം കിട്ടണമെങ്കിൽ, ശരിയായിട്ടുള്ള സുഖം കിട്ടണമെങ്കിൽ ധാർമ്മികമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അപ്പൊ സുഖാർത്ഥ സർവമത സർവ സുഖം ചെന്ന വിനാധർമാൽ, ധർമ്മത്തോടു കൂടാതെ സുഖമുണ്ടാവില്ല. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഹിതമായിട്ടുള്ള വേറൊരാൾക്ക് ദോഷമില്ലാതെ വേറൊരാൾക്ക് ഗുണമുണ്ടാകുന്ന എന്ത് പ്രവൃത്തിയും ധർമ്മപ്രവൃത്തിയാണ്. അങ്ങനെ ചെയ്യുന്ന അതിൽ നിന്ന് കിട്ടുന്ന സുഖത്തിന് മാത്രമേ ശാശ്വതമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവുള്ളൂ. അപ്പൊ സുഖം എന്ന് പറയുന്നത് ധർമ്മത്തിൽ നിന്നും ഇല്ലാത്ത ഒരു സുഖമില്ല. ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തിയിൽ നിന്ന് ശരിയായിട്ടുള്ള സുഖം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പശ്ചാത്തപിക്കേണ്ടി വരും, പിന്നെ നമുക്ക് വിഷമിക്കേണ്ടി വരും. അതുകൊണ്ട് അപ്പൊ നമുക്ക് സുഖം വേണം. സുഖം ആത്യന്തികമായിട്ടുള്ള പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ധർമ്മത്തിൽ നിന്നും ധർമ്മത്തോട് കൂടാതെ സുഖം ഉണ്ടാവില്ല. അപ്പൊ ധർമ്മത്തോട് കൂടിയ പ്രവൃത്തികളിൽ നിന്നാണ് സുഖം ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മൾ ധാർമ്മികനായി ജീവിക്കണം എന്നാണ് ഇതില് പറയുന്നത്. അതിനാണ് ഈ ധാർമ്മികമായിട്ട് ജീവിക്കണമെങ്കിൽ ഈ പറഞ്ഞ 10 വിധത്തിലുള്ള പാപങ്ങൾ ഒഴിവാക്കണം. ഇതാണ് അവിടെ പറയുന്നത്. ഇപ്പൊ ഇതിന് വിരുദ്ധമായിട്ടുള്ള നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ഈ 10 വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സമാധാനവും സന്തോഷം ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവും. രോഗത്തിൽ നിന്ന് നമുക്ക് വിമുക്തി ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇത്രയും നിസ്സാരമാണോ? പക്ഷെ നിസ്സാരമല്ല. ഇത്രയും കൊല്ലങ്ങൾക്ക് മുൻപ് വളരെ ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങൾ എഴുതി വെക്കുമ്പോൾ അവരെത്രമാത്രം നമ്മുടെ മനസ്സിനെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അന്ന് ഇതുപോലുള്ള ലബോറട്ടറി ഒന്നുമില്ല. അപ്പൊ ഞാൻ സൈക്കോളജി MSc പഠിക്കുമ്പോൾ പല ടെസ്റ്റുകളും നമ്മളെവിടെ പഠിക്കുന്നുണ്ട്, ഒരു ലാബിലാണ് ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും ഇങ്ങനെ ലാബൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് അന്ന് 500-1000 കൊല്ലം മുമ്പ് ലോകത്തിലെ പല ദിക്കിലും. ഇപ്പോ അരിസ്റ്റോട്ടിൽ പോലുള്ള ആൾക്കാരും സോക്രട്ടീസ് പോലുള്ള ആൾക്കാരും ഒക്കെ ആൾക്കാർ ഇതുപോലുള്ള ഫിലോസഫി ഒക്കെ എഴുതിയത് അവര് ഒരു റൂമിൽ ഇരുന്നിട്ടായിരിക്കും. മനസ്സാണ് അവരുടെ ലബോറട്ടറി. ആ ലബോറട്ടറിയിലാണ് അവര് റിസർച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് അവർ ഇത്രയൊക്കെ എഴുതി വെച്ചത്. സോക്രട്ടീസ് ഒക്കെ എന്ത് മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതി വെച്ചിട്ടുണ്ടെന്ന് അറിയും. ഈ വളരെ അത്ഭുതമായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെയൊക്കെ പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ ഫിലോസഫിയൊക്കെ നമ്മൾ വായിക്കണം. അപ്പൊ അതിൽ പറയണത് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ സമാനമായിട്ടുള്ളത് തന്നെയാണ് ഈ ആയുർവേദത്തിലും പറയുന്നത്. അവൃത്തിവ്യാധി ശോകാർത്താൻ അനുവർത്തേത ശക്തിത. നോക്കൂ അവിടെ എന്താ പറയണമെന്നറിയോ? നമ്മള് ഇപ്പൊ ഒരു പ്രവൃത്തി ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരാള്, അല്ലെങ്കിൽ വ്യാധി രോഗമുള്ള ഒരാള്, അല്ലെങ്കിൽ ദുഃഖമുള്ള ഒരാള്, അവരെ നമ്മൾ വേണ്ട പോലെ സഹായിക്കണം. നമ്മുടെ ശക്തിത, നമ്മുടെ കഴിവനുസരിച്ച്. ഒരാൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ അതാണല്ലോ ചാരിറ്റബിൾ വർക്കൊക്കെ ചെയ്യുന്നത്, ഇതിന്റെ ബേസിലാണ്. അതന്നെ അവിടെ പറയുന്നത്. ഒരു ഗതിയില്ലാത്ത ആൾക്കാര്, അല്ലെങ്കിൽ രോഗം വന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാര്, അല്ലെങ്കിൽ ദുഃഖം വന്നിരിക്കുന്ന ആൾക്കാര്, ഇവരേതെങ്കിലും തരത്തിൽ നമ്മൾ സഹായിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് ചെയ്യണം എന്നാണ് ഈ ആയുർവേദത്തിലെ ഈ ഒരു വരിയുണ്ട് പറഞ്ഞത്. അതുപോലെ വളരെ ഒരു ശ്ലോകം ഞാൻ നിങ്ങൾ കേട്ടോളൂ. ആത്മവൽ സതതം പശ്യേൽ അപി കീട പിപീലികം. കീടം എന്ന് പറഞ്ഞ പ്രാണികള്, പിപീലിക എന്ന് പറഞ്ഞ ഉറുമ്പ് എന്നർത്ഥം. പിപീലിക എന്നുള്ള സംസ്കൃത വാക്കിന്റെ അർത്ഥം ഉറുമ്പാണ്. ഉറുമ്പിനെയും കീടങ്ങളെ പോലും അവനവനെ പോലെ കാണണം എല്ലാ സമയവും. സതതം എന്ന് പറഞ്ഞാൽ ഓൾവേസ്, എപ്പോഴും നമ്മള് ഈവൻ ഉറുമ്പുകള് അല്ലെങ്കിൽ ചെറിയ പ്രാണികൾ, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം നമ്മൾ അതിൽ നിന്നൊക്കെ എത്രയോ വിട്ട് വേറൊരു ഇതിലാണ് നിൽക്കുന്നത്. അതിനൊന്നും കൊല്ലുന്നത് നമുക്കൊരു വിഷയമല്ല. ആൾക്കാർ ഹോബി ആയിട്ടൊക്കെ ഞാൻ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ മൃഗങ്ങളെ വെറുതെ ഇങ്ങനെ ഉപദ്രവിക്കുക, കല്ലെടുത്തരിക, കൊല്ലുക. ഇപ്പൊ അങ്ങനത്തെ ബിസിയാണ്. കാരണം എല്ലാവരും മൊബൈലിൽ തിരക്കായതുകൊണ്ട് അതിനൊന്നും സമയമില്ല. പണ്ടൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എത്രയോ പേര് ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാണ്ട് ജന്റിനെയൊക്കെ വെറുതെ തല്ലിക്കൊല്ലും. ഒരു ഇതുമില്ലാണ്ട്, ഒരു രസത്തിന്. ഇവിടെ അതാ പറയണ ആത്മവൽ എന്ന് പറഞ്ഞാൽ അവനവനെ പോലെ, ആത്മാവസ്വം തന്നെത്താനെ അവനവനെ പോലെ പശ്യൽ കാണണം. ഇതിനെ പോലും കാണണം എന്നാ പറയണത്. അഭി കീട പിപീലിക, കീടങ്ങളെയും ചെറിയ പ്രാണികളെയും ഉറുമ്പിനെ പോലും. കാരണം എന്താ പറയുക, അവിടെ ബേസിക് ആയിട്ടൊരു കാര്യമുണ്ട്. നമ്മൾ പറയാറുണ്ട്, അതിന്റെ ജീവനും
നമ്മുടെ ജീവനും ഒരു വ്യത്യാസമില്ല. ഇതുകൊണ്ടാണ് ഈ നമ്മുടെ ഹിന്ദു ഫിലോസഫിയിലെ നമ്മുടെ സനാതന ധർമ്മത്തിൽ പറയുന്നത് എല്ലാം പരമാത്മാവിന്റെ ഓരോ അംശങ്ങളാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് എന്നിലുള്ള ജീവന്റെ പോലെ തന്നെ ആ ഉറുമ്പിന്റെ ജീവന് പ്രാധാന്യമുണ്ട്. അത് ആ ജീവൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഭക്ഷണം കഴിക്കുന്നതും അതിനു വേണ്ടിയിട്ട് അത് പ്രവർത്തിക്കുന്നത്. ഒരു ആപത്തിൽ നിന്ന് വരുമ്പോൾ ഓടി രക്ഷപ്പെടുന്നതും, തീ കണ്ടാൽ തീന്റെ അടുത്തേക്ക് പോവാതെ അത് മാറിപ്പോകുന്നതും, ഒരു ഉറുമ്പ് പോകുന്നത്, അത് ജീവൻ അതിന് നിലനിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അത് പ്രകൃതി നിയമമാണ്. പ്രകൃതി കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് നമുക്കൊക്കെ ഉണ്ടത്. ഒരു പാമ്പ് നമ്മളെ കൊത്താമെന്ന് നമ്മൾ ഓടിപ്പോണം എന്തുകൊണ്ടാ? ഒരു പട്ടി കടിക്കാമെന്ന് നമ്മൾ ഓടിപ്പോണെന്ന് എന്തുകൊണ്ടാ? നമുക്ക് അതുകൊണ്ട് ദോഷം വരരുത്, നമ്മുടെ ജീവൻ നിലനിർത്തണം, സുഖമായിട്ട് ജീവിക്കണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അവിടെ അതുകൊണ്ടാണ് പറയുന്നത് ആത്മവൽ സതതം പശ്യേൽ അപി കീട പിപീലിം. ഇനി ഇതുപോലെ തന്നെ പ്രായമായ ആൾക്കാരെയും അതുപോലെ പുരോഹിതന്മാരെയും വൈദ്യന്മാരെയും അതുപോലെ സമൂഹത്തിന് നന്മ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം. അർച്ചയ ദേവ ഗോപ്രവൃദ്ധ വൈദ്യനുപാതിഥി എന്നൊക്കെ പറഞ്ഞ് അതിഥികളെ ഇവരെയൊക്കെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം എന്നുള്ള ഒരു ഇത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് വരുന്ന ആൾക്കാരെ ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ അവജ്ഞയോടുകൂടി കാണരുത്. വിമുഖാന്നാർത്ഥിന കുര്യാൽ നാവമാന്യത നാക്ഷേപൽ, അവരെ ആക്ഷേപിക്കരുത്, അവമാനിക്കരുത് എന്നൊക്കെയാ പറയുന്നത്. പിന്നെ അടുത്ത വരി ഇതിലും രസമാണ്. അത് മറ്റേ യേശുക്രിസ്തു പറഞ്ഞതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഉപകാരപ്രധാനസ്യാൽ അപകാരപരേപി അരൗ. അരി എന്ന് പറഞ്ഞാൽ ശത്രു എന്നർത്ഥം, സംസ്കൃത വാക്ക്. അപ്പോ ശത്രു നമുക്ക് എപ്പോഴും ഉപദ്രവം മാത്രം ചെയ്യുന്ന ഒരു ശത്രുവിന് പോലും നമ്മൾ ഉപകാരം ചെയ്യാൻ തയ്യാറായിരിക്കണം. ഒരു പക്ഷെ അയാൾ നാളെ നമ്മുടെ അടുത്ത് പിന്നെ ഒന്ന് രക്ഷിക്കണം, എനിക്കൊരു പുലിവാല എന്ന് വിളിച്ചു, തലേ ദിവസം വരെ നമ്മളെ ഉപദ്രവിച്ചിരുന്ന ഒരാളാവും, നമ്മുടെ ശത്രുവായിരിക്കും, ഒക്കെ ശരിയാണ്. പക്ഷെ അങ്ങനത്തെ നമ്മുടെ അടുത്തൊരു അപേക്ഷയുമായിട്ടാണ് നാർത്ഥിന കുര്യൽ നാവമന്യ നാക്ഷിപേൽ എന്ന് പറയുന്ന ആ ശ്ലോകത്തിൽ അതാ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ ഉപകാരപ്രധാനായിരിക്കണം നമ്മളെ മനസ്സ്. അപ്പോ ആ സമയത്ത് അവർക്ക് ഒരു തിരിച്ചൊരു പ്രതികാരം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാതിരുന്നാൽ നമ്മൾ ഈശ്വര തുല്യനായി, യാതൊരു സംശയമില്ല. അപ്പോഴാണ് മനുഷ്യൻ ദേവതുല്യനാവുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊക്കെ ഒരു 10% പോലും നമ്മൾ അനുഷ്ഠിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ തന്നെ നമുക്കൊക്കെ എത്ര സന്തോഷമായിരിക്കും. ഇപ്പൊ പല ആൾക്കാരും ചാരിറ്റബിൾ വർക്ക് ചെയ്യുന്നതിനൊക്കെ ഒരു ദൈവികത കാണുന്നത് ഇതുകൊണ്ടാണ്. എത്ര വലിയൊരു കാര്യങ്ങളാണ് ഒരുപാട് പേര് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യില് സമ്പത്തുണ്ട്, അതിൽ കുറച്ച് ഭാഗം നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കാൻ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരെ സഹായിക്കുന്നത് NRIs ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോ ഉപകാരം ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. ആരെയെന്നറിയോ? വെറുതെ ഇരിക്കുന്ന ആൾക്കാരല്ല. അപകാരപരേപി അറിവുന്നതാണ്. ശത്രു നമുക്ക് ഉപദ്രവം ചെയ്യുന്ന ഒരാളാണ്. അയാൾക്ക് പോലും വേണ്ടി വന്നാൽ, ഒരു സമയം വരുന്നാൽ നമ്മൾ അയാളെ സഹായിക്കാൻ തയ്യാറായിരിക്കണം. പിന്നെ കുറച്ചുകൂടി കടന്നൊരു ഫിലോസഫിയാണ് അടുത്ത് പറയുന്നത്. സമ്പദ് വിപത്സു ഏകമനാന്നാണ്. സമ്പത്തിലും ആപത്തിലും ഒരുപോലെ നമ്മുടെ മനസ്സ് അചഞ്ചലമായിരിക്കണം. ഇതൊക്കെ 100% പ്രാക്ടിക്കലാക്കാൻ വലിയ വിഷമാണ്. കാരണം ഒരു സന്യാസിക്ക് പോലും പറ്റുന്ന കാര്യമല്ലല്ലോ. ഇപ്പൊ സന്യാസി എന്നൊക്കെ പേരല്ലേ ഉള്ളൂ. അവരാണ് ഏറ്റവും നമ്മളെക്കാൾ കൂടുതൽ സുഖങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ. അങ്ങനെ ആയിട്ടുണ്ട് കാലം. അപ്പോ സമ്പത്തിലും ആപത്തിലും ഒരുപോലെ മനസ്സ് ചഞ്ചലമാവാതെ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെയധികം സ്വസ്ഥതയും സമാധാനവും ആരോഗ്യവും ഉണ്ടാവും. ഇത് പിന്നെ വേറൊന്ന് പറയുന്നുണ്ട്, ഹേതാവീർഷ്യൽ ഫലേന്നതോ. നമുക്ക് ഈർഷ്യ എന്ന് പറയും. ഈർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്ക് ഒരു വലിയൊരു അവസ്ഥ ഉണ്ടായി നിൽക്കുക, അതിലുണ്ടാകുന്ന അസഹിഷ്ണുതയാണ് ഈർഷ്യ എന്ന് പറയുന്ന വാക്ക്. വേറൊരാള് കുറെ കാശുണ്ടാക്കി വലിയ ആളായി പേരെടുത്തു, അതിൽ നമുക്കുണ്ടാകുന്ന ഒരു അസഹിഷ്ണുത, ഇതിനാണ് ഈർഷ്യ. ആ ഈർഷ്യ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഒരു ദിക്കിലുണ്ടാവും. എങ്ങനെയാണെന്നൊരു അവര് ഹേതു എന്ന് പറയാം, അതിന്റെ റീസൺ, അവര് കഷ്ടപ്പെട്ടിട്ടാണ് കാശുണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസ്ഥാനത്ത് എത്തിയത്, അതിനോട് നമുക്കാവാം. പക്ഷെ ആ ആളോടോ അയാളുടെ ഫലത്തിനോടോ പാടില്ല. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയാൾ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്ത അവസരം ഉണ്ടല്ലോ, അത് ചെയ്യാ വേണ്ടത്. അതല്ലാതെ ആ വ്യക്തിയോട് ഒരിക്കലും ഈർഷ്യയോ അസൂയയോ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അത്ര വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത്.
അതുപോലെ തന്നെ വേറൊരു ഉപദേശമാണ്, നമ്മൾ സംസാരിക്കുമ്പോൾ കാലേ ഹിതം മിതം ബ്രൂയാൽ, വേണ്ട സമയത്ത് തക്ക സമയത്ത് മാത്രമേ നമ്മൾ ഓരോരുത്തരുടെ ആവശ്യമില്ലാത്ത ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ. അകാരണമായിട്ടും അനവസരത്തിലും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് പരസ്പരം വാഗ്വാദങ്ങളും പോർവിളികളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മൾ രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ. അതൊരിക്കലും പാടില്ല എന്നാണ് പറയുന്നത്. ആവശ്യത്തിന് നല്ല കാര്യങ്ങൾ മാത്രം ചുരുക്കി പറയാം, മിതമായിട്ട് പറയാം, ഹിതമായിട്ട് പറയാം, കാലം വേണ്ട സമയത്ത്. അത് മനോഹരമായിട്ടുള്ള പേശലം, മനോഹരമായിട്ടുള്ള രീതിയിൽ, നല്ല മധുരമായിട്ടുള്ള രീതിയിൽ സംസാരിക്കണം. സുമുഖനായിട്ട് വേണം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ. സുമുഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യമുള്ള ആളെന്നല്ല അർത്ഥം. പ്ലസന്റ് എന്ന് പറയും, പ്ലസന്റ് ആയിട്ടിരിക്കണം. ഇതൊക്കെ വളരെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. പൂർവാഭിഭാഷി, അതിന് പല അർത്ഥം പറയുന്നുണ്ട്. നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഹായ് ഹലോ എന്ന് പറയണം. അതാണ് നമ്മളൊരു അന്തസ്സ്. അങ്ങനെ ചെയ്യണം. അതുപോലെ സുശീലനായിരിക്കണം, നല്ല ശീലത്തോട് കൂടിയിരിക്കണം. കരുണാമൃദു, വളരെ കരുണയോട് കൂടിയിരിക്കണം. ഇതൊക്കെ നമ്മൾ കുറച്ചെന്ന് വിചാരിച്ചാൽ ഒരു വിഷമമില്ല. അതുപോലെ തന്നെ നൈക സുഖി, നമ്മൾ മാത്രമായിട്ട് സുഖം അനുഭവിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ വളരെയധികം നമ്മളെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇട നൽകും. പങ്കുവെച്ച്, അതാണല്ലോ പണ്ട്, അത് പങ്കുവെച്ച് നമുക്കൊരു സാധനം കിട്ടിയാൽ അതെല്ലാവരും കൂടി ഡിവൈഡ് ചെയ്തിട്ടെടുക്കുക. അത് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറൊന്നിനും കിട്ടില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്കിപ്പോൾ ഒരു സാധനം കിട്ടി. ഒരു ഉദാഹരണം, ഇപ്പൊ പുതിയ രീതിയിൽ പറയുന്നത് ചോക്ലേറ്റ് കിട്ടി. ഈ ചോക്ലേറ്റ് കിട്ടിയാൽ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് അതിന്റെ പകുതി കൊടുത്തിട്ട് നമുക്ക് കഴിക്കണമെങ്കിൽ ഒരു സുഖം വേറെ തന്നെയാണ്. അത് ആ അനുഭവിച്ച ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ. അത് മുഴുവൻ അവനവൻ കഴിക്കുന്നതും മറ്റതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ശാസ്ത്രീയമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, അന്ന് ഇത്രയൊന്നും ഒരു കണ്ടുപിടുത്തമില്ല. ഓക്സിജൻ കണ്ടുപിടിച്ചില്ല, ഹൈഡ്രജൻ ഒന്നും അന്ന് ആ രീതിയിലൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അകത്തേക്ക് ഒരു ശ്വാസം എടുക്കുന്നു, പുറത്തേക്ക് വേറെ ശ്വാസം വിടുന്നു എന്നുള്ളതിലൊക്കെ ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ടെങ്കിലും അന്ന് ഇതുപോലെ ഇതിനൊക്കെ താഴെ വളരെ രസകരമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. രാത്രി നക്തം സേവേത ദ്രുമം. ദ്രുമം എന്ന് പറഞ്ഞാൽ മരം എന്നർത്ഥം. രാത്രി നിങ്ങൾ ഒരിക്കലും മരത്തിന്റെ ചോട്ടിൽ കഴിച്ചു കൂട്ടരുത്. ഇപ്പൊ നിങ്ങൾ 10 പേരുണ്ട്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് 10 പേർ കൂടി മരത്തിന്റെ താഴെ കിടന്ന് ഉറങ്ങാൻ വേണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇത് കഴിഞ്ഞാൽ എന്തോ ദോഷം ഉണ്ടായിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഓക്സിജൻ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്ത് വരുന്നത്, അല്ലെങ്കിൽ ഓക്സിജൻ ഈ മറ്റേ അതിന്റെ ഫോട്ടോസിന്തസിസോ അല്ലെങ്കിൽ അതിന്റെ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രവർത്തനമൊന്നും അന്നത്തെ മഹർഷിമാർക്കോ ഈ ആയുർവേദം എഴുതിയ ആൾക്കാർക്കോ ഒന്നും അറിയില്ല. പക്ഷേ സ്ഥിരമായിട്ട് ഒരു മരത്തിന്റെ, വലിയ മരത്തിന്റെ, പ്രത്യേകിച്ച് ആലിന്റെ താഴെയും പല മരങ്ങളിലും പറയുന്നുണ്ട് ഇതില്, നക്തം സേവേത ദ്രുമം. ഒരിക്കലും മരത്തിന്റെ താഴെ രാത്രി, നക്തം എന്ന് പറഞ്ഞാൽ രാത്രി എന്നർത്ഥം, രാത്രി കഴിച്ചുകൂട്ടാൻ പാടില്ല. പകല് കഴിച്ചുകൂട്ടാൻ വിരോധമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ പകല് നമ്മൾ ഒരു മരത്തിന്റെ താഴെ ഇരിക്കാം, പക്ഷെ രാത്രി ഒരിക്കലും നിങ്ങൾ ഫുൾ ടൈം ഒരു മരത്തിന്റെ താഴെ. പുതിയ മോഡേൺ സയൻസ് അനുസരിച്ച് വളരെ ശാസ്ത്രീയമാണത്. കാരണം നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും കൂടുതൽ നമുക്ക് ആ സമയത്ത് നമുക്ക് ശ്വസിക്കേണ്ടി വരും. അപ്പൊ അത് ദോഷം ചെയ്യും. അപ്പൊ ശരീരത്തിന് അത് വളരെ ദോഷം ചെയ്യും. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ആയുർവേദത്തിൽ പറഞ്ഞു. ഇതൊക്കെ അനുഷ്ഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ ഞാനിത് ഇത് കണ്ടപ്പോ ഇത് എവിടെയെങ്കിലും ഇതിനെപ്പറ്റി റിസർച്ച് പുതിയതായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കി. അപ്പൊ ചില പോയിന്റ്സ് ഉണ്ട്. ഈ നമ്മുടെ സ്വഭാവമൊക്കെ നമ്മൾ പല കാരണം കൊണ്ടും വരും. ജനിതകമായിട്ടുള്ള ഹെറിഡിറ്ററി ആയിട്ട് നമ്മുടെ ക്രോമസോം വഴി ജനറ്റിക്കലായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സംസ്കാരം എന്ന് പറയും, ഇത് ഒരു പ്രധാന ഘടകമാണ്. ഇതൊക്കെ ഓരോ മനുഷ്യനെ വേർതിരിക്കുന്ന ഘടകമാണ്. ഇത് കൂടാതെ കുടുംബത്തിന്റെ പാരമ്പര്യം, ഇതൊക്കെ ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്ന സ്വഭാവം, നമ്മൾ ഈ പെരുമാറ്റം, ഇതിനൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ സ്വാധീനിക്കുന്ന, ആൾക്ക് ബോറടിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സ്വാധീനിക്കുന്ന ഘടകമാണ്. ഇതൊരു ഫാക്റ്റാണ്. അതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് മോഡേൺ സയൻസുകളൊക്കെ റിസർച്ച് നടക്കുന്നുണ്ട്. പിന്നെ തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും ഉള്ള ഘടകങ്ങളൊക്കെ നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രാക്ഷൻ, മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതിൽ ഒരു ഘടകമാണ്. അപ്പൊ അടുത്ത കാലത്ത് ഏറ്റവും അധികം ഇപ്പൊ ഡയബറ്റിസ്, ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും, ഹൈപ്പർ ടെൻഷൻ, ക്യാൻസർ, ഇതുപോലുള്ള രോഗങ്ങള്
ഉണ്ടാവാനോ ഉണ്ടായി വരുന്ന രോഗം കൂടുതലാവാനോ നമ്മുടെ മാനസികമായിട്ടുള്ള വ്യാപാരം എന്ന് പറയും, നമ്മുടെ മനസ്സിന്റെ അവസ്ഥ നില കാരണമാവുന്നുണ്ട് എന്നുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾക്കൊക്കെ നെറ്റിൽ നോക്കിയാൽ കിട്ടും. അപ്പൊ ഇതൊക്കെ ഒരു മനഃശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണെങ്കിലും നമുക്കത് വളരെയധികം ആവശ്യം വരും. ഒരു ഉദാഹരണം ഞാൻ പോയിന്റ്സ് എഴുതി വെച്ചുള്ള ഒന്നാണ്, ഈ അൾസറൊക്കെ ഉണ്ടാവുന്ന ആൾക്കാർക്ക്, പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനം എടുക്കുന്ന ആൾക്കാർക്ക് അൾസർ വരാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിലൊരു മനഃശാസ്ത്ര പഠനം നടന്നപ്പോൾ അത് തെളിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇപ്പം അടുത്ത കാലത്താണ്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എടുത്തു ചാടി ഓരോ കാര്യത്തിനും തീരുമാനം എടുക്കും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അൾസർ, വയറിൽ അൾസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമ്മുടെ ആയുർവേദത്തിൽ പറയാറുണ്ട്, രജോ ഗുണ പ്രധാനമായിട്ടുള്ള ആൾക്കാർക്കാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഞാൻ കഴിഞ്ഞ ദിവസം ഇടയ്ക്ക് സൂചിപ്പിച്ചു എന്ന് അതിൻ്റെ ഓർമ്മ. അതുപോലെ എരിവ് അധികം ഉപയോഗിക്കുക, അതൊക്കെ രജോ ഗുണമുള്ള ആൾക്കാർക്ക്, ഇവർക്കൊക്കെ ഈ അൾസർ ഉണ്ടാവും. അപ്പൊ ഈ പെട്ടെന്ന് തീരുമാനം എടുക്കുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ മനസ്സിനെ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരു ഇരുത്തം വന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ല. അപ്പൊ പെപ്റ്റിക് അൾസർ വരാൻ, വയറിന് അൾസർ വരാൻ സാധ്യത കൂടുതൽ ഇങ്ങനെ ഉണ്ട്. ഇതുപോലെ തന്നെ വേറെ വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇത് കണ്ടു ഞാൻ. ഈ മുൻകോപം ഉള്ള ആൾക്കാർക്ക്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാർക്ക് അവരുടെ മുറിവ് ഉണങ്ങാൻ താമസം വരുന്നത്. ഇതൊക്കെ ഒരു ഓരോരുത്തർ PhDക്കോ അല്ലെങ്കിൽ അതുപോലെ റിസർച്ചിനൊക്കെ തെരഞ്ഞെടുത്ത വിഷയത്തിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന സ്റ്റഡീസാണ്. ഇതൊക്കെ മെഡിക്കൽ സയൻസിലെ പല യൂണിവേഴ്സിറ്റികളിലും സ്റ്റഡീസ് നടന്നതാണ്. അപ്പോൾ മുറിവുണങ്ങാൻ താമസമുള്ള ആൾക്കാർ പല കാരണങ്ങളുണ്ട്. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, ഡയബറ്റീസ് വളരെ കൂടുതലുള്ള ആൾക്കാർക്ക് മുറിവുണങ്ങാൻ താമസമുണ്ട്. അത് വേറൊരു ഫിസിയോളജിക്കലായിട്ട് ശാരീരികമായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടാണ്. ഇതുപോലെ മാനസികമായിട്ടുള്ള പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനം കോപം, ദേഷ്യം, ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാർക്ക് മുറിവുണങ്ങാൻ താമസം വരുന്നവർ. അപ്പൊ ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം, അപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ കോപമൊന്നുമില്ല, ശാന്തമായിട്ടുള്ള ഒരു സ്വസ്ഥമായിട്ടുള്ള ആൾക്കാർക്ക് ഈ മുറിവ് ഉണങ്ങാൻ പെട്ടെന്ന് സാധ്യത ഉണ്ട്, പെട്ടെന്ന് ഉണങ്ങാൻ പറ്റും. അപ്പൊ ഇത് ഒരു ഇതുപോലെ. അതുപോലെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിക്കാർക്ക് പാർക്കിൻസോൺസ് ഉണ്ടാവുന്നതാണ്. ഇതൊന്നും ആയുർവേദത്തിൽ പറയുന്നതല്ല കേട്ടോ. ആയുർവേദത്തിൽ എങ്ങനെയൊന്നും കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. അവര് അതിന് കാരണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നല്ലാണ്ട് ഇത് പുതിയ ചില സ്റ്റഡീസ് ഞാൻ ഓൺലൈനിലൊക്കെ വെറുതെ ഇങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് നോക്കിയപ്പോൾ കണ്ടതാണ്. അതൊക്കെ ഒരു രസമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പാർക്കിൻസോണിസം ഉണ്ടാവുന്ന, പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അപ്പൊ അത് നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയുള്ള ആൾക്കാർക്ക് ഈ രോഗം വരാൻ സാധ്യതയുണ്ടത്രേ. അതൊരു വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഒരു 1000 പേരെടുത്ത് നോക്കിയാൽ അതിൽ ഒരുപാട് പേർക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതുമായിട്ട് ബന്ധമുണ്ട്. ഹലോ, സമയം പോയിട്ടുണ്ടല്ലേ? ഓക്കെ. ഇതുപോലെ തന്നെ ഈ ടെൻഷനും ആധി തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ കൂടുതലുള്ള ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത കൂടുതലുണ്ട്. ടെൻഷനൊക്കെ, പെട്ടെന്ന് ടെൻഷൻ വരിക, ആധി എന്ന് പറയില്ലേ, നമുക്കൊരു ആധിയുള്ള ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഹൃദ്രോഗമായിട്ട് ബന്ധപ്പെട്ടുള്ള കാർഡിയാക്ക് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ ധാരാളം ഉണ്ടാവും. ഇതുപോലെ തന്നെ വേറൊരു തമാശ ഉള്ളത്, ഈ നമ്മൾ നിസ്സാരമായിട്ട് പറയുന്ന ജലദോഷം ഉണ്ടല്ലോ, അത് കൂടുതൽ വരുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ട് അത്രേ. അതെന്താ വെച്ചാൽ ഏതിനെയും പെട്ടെന്ന് എതിർക്കുക, എന്ത് പറഞ്ഞാലും എതിർക്കുക. ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആൾക്കാർക്ക് നീർവീഴ്ച വരാൻ സാധ്യത, നീർവീക്കം എന്ന് പറയില്ലേ, റൈനൈറ്റിസ് എന്നൊക്കെ പറയും. അപ്പോൾ ജലദോഷം, നീർവീഴ്ച പോലുള്ള സാധനങ്ങൾ. ഇങ്ങനത്തെ ആൾക്കാർക്ക് ഈ നീർവീഴ്ച അല്ലെങ്കിൽ നീർവീക്കം വരാൻ സാധ്യത കൂടുതലെന്നേ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാം, ഉത്കണ്ഠയും അതുപോലെ ആങ്സൈറ്റി ഒക്കെ കൂടുതലുള്ള ആൾക്കാർക്ക്, ടെൻഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് BP പോലുള്ള അസുഖങ്ങൾ, പ്രഷറൊക്കെ കൂടുക കുറയൊക്കെ ചെയ്യും. അപ്പൊ അത് വളരെയധികം പ്രധാനമാണ്. പിന്നെ നാണംകുണികളായിട്ടുള്ള ഒരു ഇൻട്രോവർട്ടായിട്ടുള്ള ആൾക്കാർക്ക് അണുബാധ, പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ വരുന്നവർ, ഇതൊക്കെ ഒരു രസമായിട്ടുള്ളതാണ്. അപ്പൊ കുറച്ചൊരു നാണം കുടുങ്ങികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ചില ആൾക്കാർ വളരെ പതുങ്ങിയിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ വളരെ കുറവായി. പണ്ടൊക്കെ വളരെ ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത്രയും മീഡിയകളൊക്കെ, സോഷ്യൽ മീഡിയ ഒക്കെ ധാരാളം ഉണ്ടാവും. അങ്ങനെ പഴയ രീതിയിൽ ഒരു 10-30 ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തുള്ള പോലത്തെ നാണം കുടുങ്ങികളായ ആൾക്കാർ വളരെ കുറവാണ്. അത് ആ കാലഘട്ടത്തിന്റെ മാറ്റമാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് അണുബാധ വളരെയധികം കൂടുതലായിരിക്കും. അത് ഒരു പ്രധാനതാണ്. ഇതുപോലെ തന്നെ ക്യാൻസറോ പോലുള്ള അസുഖങ്ങൾ വരാൻ ഈ വികാരങ്ങളൊക്കെ നമ്മൾ ഉള്ളില് ഒതുക്കി വെക്കുന്ന ആൾക്കാർക്ക് ക്യാൻസർ രോഗം വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഈ മനസ്സും നമ്മുടെ ശരീരത്തിന്റെ രോഗം വരാനുള്ള അവസ്ഥയും ഇതുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന് ചുരുക്കം. ഇതൊക്കെ ഒരു തരത്തില്ലെങ്കിൽ വേറൊരു തരത്തിൽ വളരെ ഭംഗിയായിട്ട്
ആയുർവേദം പോലുള്ള വൈദ്യശാസ്ത്രത്തില് ഇതൊക്കെ ആരോഗ്യം നിലനിർത്താൻ വരാതിരിക്കാനുള്ള കണ്ടീഷൻസിൽ സ്വഭാവം അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ രൂപീകരണം പ്രധാന പങ്ക് വഹിക്കുന്നു. ഇപ്പൊ ഏറ്റവും അധികം പ്രശ്നം എനിക്ക് തോന്നുന്നത് നമ്മളൊരു ന്യൂക്ലിയർ ഫാമിലി അണുകുടുംബത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ കുട്ടികളെ എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം സ്വാർത്ഥത കൂടിയിട്ട് നമ്മളൊന്നാകുന്നുള്ള തെറ്റൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, യെസ്. അപ്പോ ഇതൊക്കെയാണ് ഒരു ചുരുക്കി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കൊക്കെ തള്ളാം കൊള്ളാം, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇതൊക്കെ സ്വന്തമായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള ഒരു ചിന്താഗതിയോട് കൂടി അല്ല ഇതൊന്നും എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ആയുർവേദത്തിലുള്ള ഇതുപോലുള്ള സ്വസ്ഥവൃത്തത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഞാൻ പറയാൻ തുടങ്ങിയ ഒരുപാടുണ്ട്. ഇന്നിപ്പോൾ നമ്മളെ കുറച്ചധികം സമയം എടുത്തു. എല്ലാവരും ക്ഷമിക്കുക. ആ വിഷയത്തിന്റെ ഒരു താല്പര്യവും ഇത് പറയാൻ അധികം ആൾക്കാരില്ല. ഇപ്പൊ ക്യാൻസറിനെ കുറിച്ചോ, ഞാൻ 2 ദിവസം ക്യാൻസറിനെ കുറിച്ച് ഇതിൽ തന്നെ നമ്മൾ ക്ലാസ് എടുത്താണ്. ബ്ലഡ് പ്രഷറിനെ കുറിച്ചെടുത്തു, ഡയബറ്റീസിനെ കുറിച്ചെടുത്തു. ഇതിനൊക്കെ പറയാൻ ഒരുപാട് പേരുണ്ട്. ഇനിയും അത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഒരു 100 ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ജീവിതത്തിൽ. എന്നാൽ മാത്രമേ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പഴയ ആൾക്കാരുടെ അനുഭവം. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും ഇത്രയും ഒരു ക്ഷമയോടുകൂടി കേട്ട് തന്നെ നിങ്ങൾക്കൊക്കെ നല്ലൊരു മനസ്സുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഇത് എല്ലാ ഭാഗങ്ങളും ഇത് ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഈശ്വരനോട് മനോജ് ഇടമ്പന വന്നിട്ടുണ്ട്. മനോജ് ഇടമ്പന ഹമാസിന്റെ നാഷണൽ സെക്രട്ടറിയോടാണ്. മുമ്പ് അദ്ദേഹത്തിന് എന്തോ അത്യാവശ്യം വന്ന് പോകേണ്ടി വന്നു വർക്ക് സംബന്ധമായിട്ട്. അപ്പൊ അദ്ദേഹം ആശംസ പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് വോട്ട് താങ്ക്സ് പറഞ്ഞു കൊടുത്തു. മ്യൂട്ടാണേ. കേക്കാവോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട് ക്യാമറ ശരിയായില്ല. അത് പറഞ്ഞു വരുന്നത്, ഞാൻ ടെക്നോളജിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺ ആണ്, അതുകൊണ്ട് ക്ഷമിക്കുക. പിന്നെ ആദ്യമായി തന്നെ ഡോക്ടർ ലൈവ് എന്ന പ്രോഗ്രാമിലേക്ക് എനിക്ക് വരാൻ സാധിച്ചതിലും ഇതിനു മുമ്പായിട്ട് ഞാൻ ഒരു 3-4 പ്രോഗ്രാമില് ആഴ്ചകൾ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അന്ന് എനിക്ക് അത്രയൊരു ഇതുകൊണ്ട് തോന്നിയില്ല. കാരണം നല്ലതാണ്, ഒത്തിരി എനിക്ക് തന്നെ കുറച്ച് ഐഡിയകൾ ആയുർവേദവുമായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. അതിനുശേഷം ഞാനിങ്ങനെ പലപ്പോഴും കൂടണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ നമ്മൾ ജീവിതം മാറ്റി വെച്ചു. പക്ഷെ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങൾ കുറച്ചുകൂടി പറഞ്ഞപ്പോൾ, കുര്യൻ പറഞ്ഞപ്പോൾ, ഞാൻ 25ാമത് ആഴ്ച എത്തി എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. അന്നേരം അതിന്റെ കാരണം ഞാൻ ആലോചിച്ചു. 1-2 കാര്യമാണ് ഈ 25ാമത് ആഴ്ചയിലേക്ക് പോന്നപ്പം എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഈ പ്രോഗ്രാം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള 25ാമത്തെ ആഴ്ചയിലേക്ക് കടന്നു കഴിഞ്ഞപ്പം ഇതിന് ജനങ്ങളുടെ ഇടയിൽ, ആൾക്കാരുടെ ഇടയിലുള്ള ഒരു പ്രാധാന്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് വളരെ വളരെ അധികം പേര് പങ്കെടുക്കുന്നില്ല. ഒത്തിരി പേര് ഇതിനെപ്പറ്റി അറിയാനും ഇതിനെപ്പറ്റി കുറച്ച് താല്പര്യമുള്ള ആൾക്കാർ സ്വന്തം ആരോഗ്യത്തിനെ പറ്റി അറിയാനും ഒക്കെ അതുപോലെ കുറച്ചുകൂടി നോക്കാനും ശ്രദ്ധിക്കാനും ഒരു അവസരം കിട്ടുന്നു എന്നുള്ളത് അത് വളരെയേറെ സന്തോഷമുണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇപ്പം ഡോക്ടർ ശിവാകരൻ നമ്പൂതിരി പോലെയുള്ള ആൾക്കാരും അതുപോലെ വളരെ പ്രധാനപ്പെട്ട പ്രശസ്തരും എക്സ്പീരിയൻസുമായിട്ടുള്ള ഡോക്ടർമാർ ഈ പ്രോഗ്രാമിൽ വന്ന് നമുക്ക് വേണ്ടി, നമ്മളെ പോലെയുള്ള പല ആൾക്കാരെയും ജീവിതത്തിൽ ഒരിടത്ത് വെച്ചും കാണാത്ത ആൾക്കാർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ തയ്യാറായതിൽ ഈ ലോകത്ത് ഇപ്പോഴും വളരെയധികം ആൾക്കാർ നമുക്ക് വേണ്ടി നമ്മളോട് കൂടി ചെലവഴിക്കാനും അവർക്ക് സ്വതസിദ്ധമായും അല്ലാതെയായി കിട്ടിയ വിവരങ്ങളും അറിവുകളും പങ്കുവെക്കാനും താല്പര്യമുണ്ട് എന്നറിഞ്ഞാലും വളരെയേറെ സന്തോഷം. അവരൊരു വലിയൊരു സാക്രിഫൈസ് ആണ്. അവരുടെ ജീവിതത്തിൽ തന്നെ ഒരാഴ്ചയിലെ 2-3 മണിക്കൂർ മാറ്റിവെക്കുക എന്നുള്ളതിന് വളരെയേറെ വിലപ്പെട്ട കാര്യമാണ്. അതിന് പ്രത്യേകം ഡോക്ടർ ശിവാകരൻ നമ്പൂതിരിക്ക് പ്രത്യേക അഭിനന്ദനം. മൂന്നാമതായിട്ട് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ബ്രാഹ്മൺ മലയാളി സമാജം ഈ പ്രോഗ്രാം അവതരിപ്പിച്ചു. കുര്യൻ ബ്രാക്കാണ് അതിന്റെ ലീഡ് റോൾ എടുത്ത് വളരെ ഭംഗിയായി ചെയ്യുന്നു. അതിന്റെ ഓർഗനൈസിങ് സ്കില്ലിനെ പറ്റി ഞാൻ മതി വരാതെ പറഞ്ഞാലും അത് മതി വരികയും എത്ര പറഞ്ഞാലും 25 ആഴ്ച നടത്തുന്നു. അതിഗംഭീരമായി തന്നെ നടന്നു പോകുന്നു. ഇന്ന് ഞാനിപ്പം
കുറച്ച് കാര്യങ്ങളെ പറ്റി ഞാൻ ശ്രദ്ധിച്ചു. അത് ഞാൻ കുറച്ചു നേരം കൂടി, എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് പോകണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ ഇത് കേട്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇത് കേൾക്കണം, ഇത് മുഴുവൻ കേൾക്കണം എന്ന് തോന്നി. അതിന് ഞാൻ ഡോക്ടർ ശിവാകരൻ നമ്പൂതിരി പറഞ്ഞ ചില വാക്യങ്ങൾ എടുക്കുകയാണ്. ഒന്ന്, ആയുർവേദത്തിൽ പറഞ്ഞിരുന്ന 10 കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ, അത് ബൈബിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10 കമാൻഡ്മെന്റ്സ്, ഞാൻ അതിനോട് താരതമ്യപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ പ്രാവർത്തിക മേഖലയിൽ ഞാൻ ചെയ്യുന്നത് കൗൺസിലിംഗ് ആണ്, സൈക്കോളജിയിൽ. അപ്പൊ ഞാൻ അതാണ് എന്നെ പിടിച്ചിരുത്താനുള്ള കാരണം തന്നെ. പല കാര്യങ്ങളും ജീവിതത്തിൽ നമ്മൾക്ക് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം മാനസികമാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് നമുക്ക് അറിവ് തരുന്നു എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള, എനിക്കൊരു സർട്ടിഫൈ ചെയ്യാൻ പറ്റും, ഞാനത് 100% ഈ പ്രോഗ്രാം സർട്ടിഫൈ ചെയ്തേനെ. പിന്നെ 25ാം വർഷത്തിൽ 25ാം ആഴ്ചയിലേക്ക് കടന്ന് എന്നുള്ളത് ഒരു വളരെ നല്ല കാര്യമാണ്. ഞാനിത് നോക്കുന്നത്, നമ്മൾ ഇത് കൂടുതൽ വിപുലീകരിച്ച് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ച് ഇത് തുടർന്ന് നടന്നു പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി കുര്യൻ പ്രക്കാണത്തിന്റെ ലീഡർഷിപ്പിനെയും ബ്രാഹ്മൺ മലയാളി സമാജത്തിന്റെ അസന്നിഗ്ധമായ സപ്പോർട്ടിനെയും, അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരായ പ്രസാദ് നായർ, ജോജി, അതുപോലെ ഞാൻ നേരിട്ട് എനിക്ക് വർത്തമാനം പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും എൻ്റെ വെർച്വൽ ഫ്രണ്ട്സായ ഗോപേഷ്, അജു ഫിലിപ്പ്, ജോസഫ്, ഇവരെല്ലാവരും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കാരണം നിങ്ങളെല്ലാം എപ്പോഴും ഈ പ്രോഗ്രാമിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ അതിൽ നീട്ടാതെ തന്നെ ഈ ഡോക്ടർ ലൈവ് എന്ന പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത എല്ലാവർക്കും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തുന്നു. താങ്ക് യു മനോജ്, താങ്ക് യു സോ മച്ച്, സപ്പോർട്ടിനുള്ള നന്ദി. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ നമ്മുടെ ഈ ഒരു പ്രൊമോ വീഡിയോ ഇറക്കി, അത് കാണുമ്പോൾ ഒരു കൊച്ചു വീഡിയോ ആണെങ്കിൽ ഒരുപാട് എഫോർട്ട് ഇട്ടാണ് ആ വീഡിയോ. അത് നമ്മുടെ ഡേവീസ് ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ 2-3 ദിവസത്തെ 10-25 മണിക്കൂറുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് പുള്ളിയാണ് അത് പണി ചെയ്തു തന്നത്. അങ്ങനെയൊക്കെയുള്ള പണി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ ഏറ്റവും വിദഗ്ധനോടാണ് പുള്ളി. പ്രത്യേകിച്ച് ഡേവീസിന് ഈ അവസരത്തിൽ സമാജത്തിന്റെ പേരിലുള്ള നന്ദി ആ പ്രത്യേകത്തിന് വേണ്ടി രേഖപ്പെടുത്തുകയാണ്. ബിനുവിന്റെ ആശയമാണെങ്കിൽ തന്നെയും പ്രാവർത്തികമാക്കിയ ഡേവീസാണ്. അപ്പോൾ ഡേവീസിന് പ്രത്യേക നന്ദി. വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് നമ്മുടെ സമാജത്തിന്റെ സെക്രട്ടറി ശ്രീ ബിനു ജോഷുവായി ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു കുര്യൻ. സമയം ഏതാണ്ട് അതിക്രമിച്ചിരിക്കുക, 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഐ വിൽ മേക്ക് ഇറ്റ് ഷോർട്ട്. 2020 നമ്മളെ മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു. അതിനെപ്പറ്റൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യങ്ങളില്ല. ഈ മഹാമാരി തുടങ്ങിയ സമയത്ത് ബ്രാഹ്മൺ സമാജം അതിൻ്റെ പല മീറ്റിങ്ങുകൾ കൂടിയപ്പോൾ എങ്ങനെ നമുക്ക് ഇതിനോട് സഹകരിക്കാം, അല്ലെ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു. ആദ്യമൊക്കെ ഒന്ന് പകച്ചു നിന്നെങ്കിലും ഈ പ്രത്യേക സാഹചര്യത്തിൽ ഫിസിക്കലായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല അല്ലെ എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴാണ് ഈ ഒരു ഐഡിയയുമായിട്ട് പ്രിയപ്പെട്ട യോഗേഷിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇതിന് ആരംഭം കുറിക്കുന്നത്. ഈ പരിപാടി 25 ആഴ്ചകൾ, ഏതാണ്ട് 6 മാസത്തിലധികം വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന് സഹായിച്ചത് ഞാൻ പറയും ലോകമെമ്പാടുമുള്ള മലയാളി കമ്മ്യൂണിറ്റി, ആഗോള മലയാളികൾ, പ്രത്യേകിച്ച് ടൊറന്റോ മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രോത്സാഹനവും സഹകരണവുമാണ്. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി പ്രിയപ്പെട്ട മനോജ് ഇടമണ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയ പ്രിയപ്പെട്ട ഡോക്ടർമാര്, അവരുടെ പേരുകൾ പരാമർശിക്കാതിരിക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ട് ഞാൻ വളരെ ക്വിക്കായിട്ട് അവരുടെ പേരുകൾ ഒന്ന് പറയുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ശിവകരൻ നമ്പൂതിരി അവരുകൾ ഏതാണ്ട് 7-ലധികം എപ്പിസോഡുകൾ നമ്മളോട് പങ്കെടുക്കുകയുണ്ടായി. പ്രിയപ്പെട്ട തിരുമേനിയെ പറ്റി ഇതിനു മുമ്പ് പലരും ഇവിടെ സൂചിപ്പിച്ചു. ശ്രീധരി ആയുർവേദിക് സെന്റർ കോട്ടയത്തെ ഡോക്ടറായി വർക്ക് ചെയ്യുന്നു. പ്രിയപ്പെട്ട രാഷ്ട്രപതിയുടെ മെഡൽ അടക്കം നേടിയിട്ടുള്ള നമ്മളുടെ ഈ പ്രോഗ്രാമിന്റെ ജീവനാഡിയായിരുന്ന ഈ പ്രോഗ്രാം ഇത്രത്തോളം വിജയത്തിലെത്തിച്ചത് പ്രിയപ്പെട്ട തിരുമേനിയുടെ സാന്നിധ്യവും സഹകരണവുമാണ്. കഴിഞ്ഞൊരു എപ്പിസോഡ് ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെയധികം ഇനിയൊരു 10-9 എപ്പിസോഡ് നടത്താനുള്ള അറിവ്, പാണ്ഡിത്യം തിരുമേനിയുടെ പക്കലുണ്ട്. നമ്മൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തും. തിരുമേനിയോടുള്ള നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ബാക്കിയുള്ള എൻ്റെ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ മീറ്റിങ്ങിന്റെ അധ്യക്ഷനായിട്ട് ഇരുന്നത് പ്രിയപ്പെട്ട സമാജത്തിന്റെ പ്രസിഡന്റ് ശ്രീ കുര്യൻ പ്രക്കാനം. എനിക്ക് തോന്നുന്നു ഇവിടെ പ്രസംഗിച്ച എല്ലാവരും തന്നെ കുര്യന്റെ പ്രാഗൽഭ്യത്തെ പറ്റിയും ലീഡർഷിപ്പിനെ പറ്റിയൊക്കെ
വളരെയധികം സംസാരിക്കുകയുണ്ടായി. അത് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. കേരള ലോകസഭാ അംഗം കൂടിയായ ഇന്നലെ കൂടി ചീഫ് മിനിസ്റ്ററിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തു. നഫ്മാക്കിന്റെ പ്രസിഡന്റാണ്, നാഷണൽ ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റാണ്. പകരക്കാരനില്ലാത്ത അമരക്കാരൻ ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കും. വീണ്ടും ഒരിക്കൽ കൂടി കുര്യൻ ഈ പ്രോഗ്രാമിന് എല്ലാവരെയും രാത്രിയായാലും ഏത് സമയത്തായാലും വിളിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട കുര്യൻ പ്രക്കാനത്തിനോട് ഈ 25 എപ്പിസോഡുകൾ പൂർത്തീകരിക്കുന്നതിൽ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട കുര്യനോടുള്ള നന്ദി സമായത്തിന് വേണ്ടി ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നു. പിന്നീട് ഇന്ന് ഈ പ്രോഗ്രാം ചീഫ് ഗസ്റ്റായിട്ട് നമ്മളോട് പ്രിയപ്പെട്ട കരയന്നൂർ നമ്പൂരി തിരുമേനിയാണ്. തിരുമേനി നമ്മുടെ സമാജത്തിന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റ് മെമ്പറാണ്. ഗുരുവായൂരപ്പൻ ടെമ്പിൾ ബ്രാഹ്മണത്തിന്റെ ചീഫ് മേൽശാന്തി കൂടിയായ പ്രിയപ്പെട്ട തിരുമേനിക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട പ്രസാദ് നായർ അവരുകളാണ്. പ്രസാദ് നായർ നഫ്മാക്കിന്റെ ജനറൽ സെക്രട്ടറിയാണ്. മിസ്സാ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റായ പ്രിയപ്പെട്ട പ്രസാദിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇന്ന് ആശംസകൾ അറിയിച്ച ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. പ്രിയപ്പെട്ട ജോജു തോമസ് ലണ്ടൻ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റാണ്. ശ്രീ മനോജ് രമണ നായകര മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റായ മനോജ് രമണയുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ അജു ഫിലിപ്പ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഓർമ്മയുടെ പ്രസിഡന്റായ അജു ഫിലിപ്പിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഡോക്ടർമാരുടെ പേര് ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. നമ്മുടെ ജോജി ലണ്ടൻ ജോജി ലണ്ടൻ അസോസിയേഷൻ പ്രസിഡന്റാണ്. ജോജി തോമസ് പ്രിയപ്പെട്ട ജോജി തോമസിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. ലണ്ടൻ മലയാളി അസോസിയേഷന് വേണ്ടി നമ്മളോട് സഹകരിച്ച ജോജി തോമസിനോട് നന്ദി പറയുന്നു. അതോടൊപ്പം ഷാജി കുര്യൻ ഇടയ്ക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്ന ഷാജി കുര്യൻ ഹാമിൽട്ടൺ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റാണ്. നഫ്മാക്കിന്റെ ജനറൽ സെക്രട്ടറിയായ ഷാജി കുര്യനോട് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നീട് നമ്മളോടൊപ്പം വന്ന ഡോക്ടേഴ്സിന്റെ പേരുകൾ ഞാൻ പറഞ്ഞതുപോലെ ഡോക്ടർ ജോൺസൺ ജോൺ, ഡോക്ടർ സജീവ് അമ്പാടി, സുഭാഷ് പിള്ളെ, ഓണൽ പീറ്റർ, എലിസബത്ത് കെ, ഫോർമർ സൂപ്രണ്ട് ഓഫ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, അനിത മോഹൻ, നിർമ്മതി തമ്പാൻ, ഡോക്ടർ വിജയകുമാർ, ഡോക്ടർ അനിൽ എസ് കെ, ഡോക്ടർ അശോക് തോമസ്, ഡോക്ടർ വൈദ്യശാന്തി തുടങ്ങിയ എല്ലാ ഡോക്ടർമാരുടെ ഏതെങ്കിലും പേര് വിട്ടുപോയി ക്ഷമിക്കണം. നമ്മുടെ സഹകരിച്ച ഏതാണ്ട് 12ലധികം ഡോക്ടർമാർ വിവിധ എപ്പിസോഡിൽ സംബന്ധിച്ചു. എല്ലാ ഡോക്ടർമാരോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ സമയക്രമമാണ് സ്പീഡപ്പ് ചെയ്യുന്നത്. നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരുടെയും പ്രിയപ്പെട്ട യോഗേഷ് ആണ് ഇതിന്റെ ചീഫ് കോർഡിനേറ്റർ, ഷിബു ചെറിയാൻ, ഷീല പുതുക്കേരിൽ, മുരളി പണിക്കർ, നമ്മുടെ എല്ലാ ഇതിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി പ്രൊജക്ട്. ഞാൻ അടുത്തായിട്ട് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജയ് മോഹൻ. സഞ്ജയ് ആണ് ഇതിന്റെ ടെക്നിക്കൽ സപ്പോർട്ട്. സഞ്ജയിനിയുടെ ബിഗ് അപ്ലോസ്. ആക്ച്വലി എല്ലാ ദിവസവും ഈ 25 എപ്പിസോഡുകളും മുടങ്ങാതെ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട സഞ്ജയ് ആണ് ഇതിന്റെ ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഞ്ജയിനോടുള്ള നന്ദി കമ്മിറ്റിക്ക് വേണ്ടി രേഖപ്പെടുത്തുന്നു. കുര്യൻ സൂചിപ്പിച്ചുള്ള ഡേവിസ് വീഡിയോ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. പുന്നശ്ശേരി സെന്നി പനോരുകൾ, സണ്ണി കുന്നപ്പള്ളി നമ്മളോട് സഹകരിച്ച മുഴുവൻ എല്ലാ ടെക്നിക്കൽ കമ്മിറ്റി മെമ്പേഴ്സിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട ലതാ മാഡമുണ്ട്. പിന്നീട് നമ്മുടെ പ്രിയപ്പെട്ട സ്പോൺസർ മനോജ് കരാത്ത, അതിന്റെ പേര് കുര്യൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ മുഴുവൻ കമ്മിറ്റി മെമ്പേഴ്സിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കളോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഓൾറെഡി ഇസ് മോർ ദാൻ 2 hours. Once again, thank you very much. Back to Kurian. Thank you. Thank you everybody. ഞങ്ങൾക്ക് വേറെ മീറ്റിംഗ് ഉണ്ട്. ലൈവ് ഓഫ് ചെയ്തോ സഞ്ജയ്?